കഥ ആരംഭിക്കുന്നത് സ്റ്റെല്ലയെ കാണിച്ചുകൊണ്ടാണ്. അവളൊരു പൂർണ്ണ ഗർഭിണിയാണ്. അവൾ റോഡിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കവേ അവളുടെ കയ്യിൽ നിന്നും വാട്ടർ ബോട്ടിൽ താഴെ വീഴുന്നു. അതെടുക്കാനായിട്ട് അവൾ കുനിഞ്ഞതും വാട്ടർ ബ്രേക്ക് ആവാൻ തുടങ്ങി. കൂടാതെ ഡെലിവറി പെയിനും വന്നു തുടങ്ങി. സഹിക്കാൻ വയ്യാതെ അവൾ താഴെ വീഴുകയും ഫോൺ എടുത്തിട്ട് വേഗം അമ്മയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം അവളുടെ അടുത്തേക്ക് 3 ആളുകൾ വന്നിട്ട് ഇത് സ്റ്റെല്ലയല്ലേ, വിവാഹത്തിന് മുന്നേ പ്രഗ്നന്റ് ആയ പെണ്ണാണിവൾ, വളരെ മോശം തന്നെ എന്നും പറഞ്ഞിട്ട് അവരാരും തന്നെ അവളെ മെയിൻറ്റ് ചെയ്യാതെ ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാൻ കൂട്ടാക്കാതെ നീ ഈ തെരുവിൽ തന്നെ പ്രസവിച്ചോ എന്നും പറഞ്ഞ് അവളെ ആക്ഷേപിക്കും. ഇവിടെ ഇവള് അമ്മയെ വിളിച്ചിട്ട് അമ്മേ എനിക്ക് ലേബർ പെയിൻ തീരെ സഹിക്കാൻ വയ്യ, ഉടനെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കും. പക്ഷെ ഈ തള്ള മകളോട് ഒട്ടും സ്നേഹമില്ലാത്ത ഒരു സ്ത്രീയാണ്. അമ്മ ഫോൺ എടുത്തിട്ട് അതൊന്നും എനിക്കറിയണ്ട, ഇവിടെ നിന്റെ ബ്രദർ വളരെ ബിസിയാണ്, അവൻക്ക് പുതിയ ഗെയിമിംഗ് ഗ്രാഫിക്സ് വേണം, അതിന് 5000 രൂപയുടെ കുറവുണ്ട്, അതിനി ഉടനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. ഇവിടെ അമ്മയും മകനും വളരെ സന്തോഷത്തോടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മകളേക്കാൾ സ്നേഹം മകനോടാണ്. ഏറെ വൈകാതെ തന്നെ വേദന സഹിച്ചുകൊണ്ട് അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പ്രൈം ഗ്രൂപ്പിന്റെ CEO ജാക്ക് ഒരു വലിയ കാറിൽ വന്നിറങ്ങുന്നുണ്ട്. ഇവളാണെങ്കിലും വേദന സഹിച്ചുകൊണ്ട് കുഞ്ഞിനെയും എടുത്ത് നടന്നു വരികയാണ്. വരുന്ന വഴിയിലെല്ലാം മൊത്തം ബ്ലീഡിംഗ് ആണ്. അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ്. പോകുന്നതിനിടെ അവൾ വീയും. ഉടനെ അവിടെ മിസ്റ്റർ ജാക്ക് ഒരു കുടയുമായി വന്നിറങ്ങും. കാരണം നല്ലൊരു വിന്റർ സീസൺ ആയിരുന്നു അന്ന്. ഉടനെ അവൻ കൈക്കുഞ്ഞുമായി താഴെ വീണ സ്റ്റെല്ലയ്ക്ക് കൈ കൊടുക്കും. അവനെ കണ്ടതും അവൾ ആകെ ഒന്ന് ഷോക്കാകും. കാരണം ആരാണെന്നറിയാത്ത ആ കുഞ്ഞിന്റെ അച്ഛൻ അവനായിരിക്കും. അന്നേരം അവൾ കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഓർക്കും. സ്റ്റെല്ലയുടെ അമ്മ എല്ലാ പണവും കൊടുക്കുന്നത് അവളുടെ ബ്രദറിനാണ്. നല്ല ഗ്രേഡുകൾ ഉണ്ടെങ്കിലും കോളേജ് ട്യൂഷന് വേണ്ടി ഒരൊറ്റ പൈസ പോലും അമ്മ സ്റ്റെല്ലയ്ക്ക് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ആവശ്യങ്ങൾക്കായി അവൾ ജോലി ചെയ്യാൻ തുടങ്ങി. അവൾ ജോയിൻ ചെയ്തത് ജാക്കിന്റെ കമ്പനിയിൽ സെർവന്റ് ആയിട്ടായിരുന്നു. ഉടനെ അങ്ങോട്ട് ജാക്ക് കടന്നു വരുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് അവനോട് മിസ്റ്റർ ജാക്ക്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അമ്മ നല്ലൊരു പാർട്ട്ണറിനെ കണ്ടെത്താൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് തരം പെൺകുട്ടികളെയാണ് ഇഷ്ടമെന്ന് അസിസ്റ്റന്റ് ജാക്കിനോട് ചോദിക്കും. അന്നേരം ജാക്ക് സ്റ്റെല്ലയെ ഒരു നോട്ടം നോക്കിക്കൊണ്ട് പ്യൂർ ആൻഡ് ഫ്ലോലെസ് എന്ന് പറഞ്ഞ് അവളെയും നോക്കി അകത്തോട്ട് പോകും. അവളും അവനെ ഒന്ന് ആശ്ചര്യത്തോടെ നോക്കും. ശേഷം അസിസ്റ്റന്റ് വന്നിട്ട് സ്റ്റെല്ലയോട് അവിടെയുണ്ടായിരുന്ന ഫ്ലവേഴ്സ് എടുത്തിട്ട് ആ മിസ്റ്റർ ജാക്കിന്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ പറയും. അവള് സന്തോഷത്തോടെ അതെടുക്കാൻ നേരം അങ്ങോട്ട് മറ്റൊരു സ്റ്റാഫ് വന്നിട്ട് ഹേയ്, നീ എന്താ ഈ വായും പൊളിച്ച് നോക്കുന്നേ, നീ വല്ലാണ്ടങ്ങ് കൊതിക്കൊന്നും വേണ്ട, മിസ്റ്റർ ജാക്കിന് സ്ത്രീകളെ അത്ര ഇഷ്ടമല്ല, നീ വെറും 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, വേണ്ടാത്ത ചിന്തകൾ ഒഴിവാക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കുമെന്ന് പറയും. ഇവിടെ ജാക്ക് ടേബിളിൽ ഇരുന്നിട്ട് അവന്റെ എഴുത്ത് തുടങ്ങാണ്. ഇവിടെ അസിസ്റ്റന്റ് വന്നിട്ട് ജാക്ക്, നിനക്ക് ഇപ്പൊ 30 വയസ്സായി, ഇത്രയും സമ്പന്നനായ നീ ഈ കാശുകളൊക്കെ ആർക്കു വേണ്ടിയാണ് എടുത്തുവെക്കുന്നത്, അത് ചിലവഴിക്കാൻ പോലും ആളില്ല, നീ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയും. ഉടനെ ജാക്ക് ദേഷ്യത്തോടെ ഒന്ന് നിർത്താമോ, ഹേ ജാക്ക്, ഞാനല്ല നിന്റെ അമ്മയാണ്, അമ്മക്ക് വളരെയധികം വിഷമമുണ്ട് നിന്റെ കാര്യത്തിൽ, ഈ ഉണ്ടാക്കിയതിനെല്ലാം ഒരു അവകാശി വേണ്ടേ, അമ്മയ്ക്കാണെങ്കിലോ വയസ്സായി വരികയാണ്, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടായി കാണാൻ അവർക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് അസിസ്റ്റന്റ് ജാക്കിനോട് പറയും. എന്നാലും ഇതൊന്നും മെയിൻറ്റ് ചെയ്യാതെ ജാക്ക് അവിടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ മെയിൻറ്റാക്കാത്തതിനെ തുടർന്ന് അസിസ്റ്റന്റ് അവിടുന്ന് ദേഷ്യത്തോടെ പോകും. എന്നിട്ട് ഡോർ തുറന്നിട്ട് ഒരു കൂട്ടം 8-10 പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് മിസ്റ്റർ ജാക്ക്, ഒന്ന് കണ്ണു തുറന്നു നോക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണാൻ ഭംഗിയുള്ള ഒരുപാട് പെൺകുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കൂ എന്ന് പറയും. പക്ഷെ ജാക്കിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൻ അവരെ അവിടുന്ന് ഉടനെ തന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. അവരെല്ലാം വളരെ സങ്കടത്തോടെ പുറത്തോട്ട് പോകും. അന്നേരം അങ്ങോട്ട് നമ്മുടെ സ്റ്റെല്ല ജാക്കിന്റെ റൂമിൽ വെക്കാനുള്ള പൂവുമായി വരുന്നുണ്ട്. അവൾ വരുന്നതിനിടയിൽ അറിയാതെ മറ്റേ പെൺകുട്ടികളുടെ ദേഹത്തേക്ക് ഇടിക്കും. നിനക്കെന്താടി കണ്ണു കണ്ടൂടെ എന്നും പറഞ്ഞ് ഒരുത്തി അവളുടെ കയ്യിൽ നിന്നും പൂവാങ്ങിയിട്ട് അവളുടെ ദേഹത്തേക്ക് വെള്ളമൊഴിക്കും. ഈ ഒരു സീൻ ജാക്ക് അവിടുന്ന് കാണുന്നുണ്ടാകും. എന്നിട്ട് അവൻ എല്ലാവരോടും അവിടുന്ന് പോകാൻ പറയും. സ്റ്റെല്ലയോട് നീ അവിടെ നിൽക്കെന്നും പറയും. ഇവളാകെ നനഞ്ഞ് പൂവും പിടിച്ച് അകത്തേട്ട് കയറും. ഇത് കണ്ട അസിസ്റ്റന്റ് സന്തോഷത്തോടെ അവർ കാണാതെ ഡോർ ക്ലോസ് ചെയ്യും. ഇവിടെ ജാക്കിന് സ്റ്റെല്ലയെ ആ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ജാക്ക് അവളുടെ കയ്യിൽ നിന്നും ആ പൂക്കൾ വാങ്ങിയിട്ട് അവളെ കിസ് ചെയ്യും. പിന്നെ അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പിന്നീട് ഒരുപാട് സമയത്തിന് ശേഷം കാണിക്കുന്നത് സ്റ്റെല്ല ജാക്കിനോട് ദേഷ്യപ്പെടുന്ന സീനാണ്. നിങ്ങളെന്താ വിചാരിച്ചിരിക്കുന്നേ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ നിങ്ങൾ പോയി ആരെങ്കിലും വിവാഹം കഴിക്കൂ, ഞാനിവിടെ ജോലി ചെയ്യാൻ വന്ന ഗേളാണ്, ഞാനൊരു ബാർ ഗേളല്ല എന്ന് പറയും. ഉടനെ അവൻ നിനക്ക് വേണ്ടത് കാശില്ല, അത് ഞാൻ നിനക്ക് ഇഷ്ടം പോലെ തരാം, ഇനി ഈ ഒരു കാര്യവും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ ഡ്രാഗൺ ഡിസൈനിലുള്ള വിലമതിക്കുന്ന ഫാമിലി പെൻഡന്റ് അവൾക്ക് കൊടുക്കും. ശേഷം അസിസ്റ്റന്റ് ഡോർ തുറന്നതും ജാക്ക് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് പോകും. ഉടനെ അങ്ങോട്ട് അസിസ്റ്റന്റ് വന്നിട്ട് സ്റ്റെല്ലയെ പിടിക്കും. കാരണം സ്റ്റെല്ല വളരെ ക്ഷീണിതയായിട്ടാണ് വരുന്നത്. അസിസ്റ്റന്റ് വളരെ സന്തോഷത്തിലുമായിരിക്കും. കാരണം ജാക്കിനെ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ കാണുന്നത്. പിന്നീട് അസിസ്റ്റന്റ് സ്റ്റെല്ലയ്ക്ക് $5 മില്യൺ ചെക്ക് കൊടുത്തിട്ട് ഇത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിലവഴിച്ചോളൂ എന്ന് പറയും. ഇതെല്ലാം സ്റ്റെല്ല റോഡിൽ ഇരുന്നുകൊണ്ട് ആലോചിക്കാണ്. ഉടനെ അവൾ അവനൊരിക്കലും എന്നെ തിരിച്ചറിയാൻ പാടില്ല, അല്ലെങ്കിൽ അവൻ വിചാരിക്കും ഞാൻ കുട്ടിയെ വെച്ച് അവനെ മുതലാക്കാൻ വന്നതാണെന്ന്. ഉടനെ അവൾ കുഞ്ഞിനെയും എടുത്തിട്ട് അവിടുന്ന് ഓടും. ഇത് കണ്ട് ജാക്കിന്റെ ആളുകൾ ഈ പെണ്ണിനെന്താ ഭ്രാന്താണോ, ജാക്ക് ഒന്ന്
സഹായിക്കാൻ നോക്കിയപ്പോഴേക്കും അവൾ എങ്ങോട്ടോ ഓടിക്കളയുന്നേ എന്നൊക്കെ പറയും. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷമുള്ള സീനാണ് കാണിക്കുന്നത്. സ്റ്റെല്ല ഇവിടെ ഒരു ഷോപ്പിൽ ഹെൽപ്പറായി വർക്ക് ചെയ്യാണ്. ഉടനെ അവളുടെ അടുത്തേക്ക് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവളുടെ കുഞ്ഞ് ലില്ലി ഓടി വരും. മോളെ, നീ എന്തിനാണ് ഈ തണുപ്പത്തിറങ്ങിയത്? വീട്ടിൽ നിന്നോടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ കയ്യുറകൾ മറന്നുപോയിരിക്കുന്നു, അത് തരാൻ വന്നതാണെന്ന് അവൾ പറയും. അന്നേരം ലില്ലി പറയുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ലില്ലിയെ നോക്കാൻ അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം സ്റ്റെല്ല, മോള് വിഷമിക്കണ്ട, നിന്നെ ഞാൻ നന്നായി നോക്കുമെന്ന് പറയും. സ്റ്റെല്ല ഇങ്ങനെ കഷ്ടപ്പെടാൻ കാരണം ലില്ലിക്ക് കുഞ്ഞിലെ ഒരു അസുഖമുണ്ട്. അവളെ ചികിത്സിക്കാൻ ഒരുപാട് പണം അത്യാവശ്യമാണ്. അങ്ങനെ ലില്ലി ഇവിടെ ഷോപ്പിൽ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന നേരം അവളുടെ പിറകിലുണ്ടായിരുന്ന കുറച്ചധികം ബോക്സുകൾ അവളുടെ ദേഹത്തേക്ക് വീഴും. സ്റ്റെല്ല ഓടിയെത്തിയപ്പോഴേക്കും അവളുടെ തലയിൽ നിന്നെല്ലാം ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. സ്റ്റെല്ല വേഗം അവളെയും എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ഇവിടെ ജാക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻക്കിപ്പോഴും അവന്റെ ഫാമിലി പെൻഡന്റ് എവിടെയാണെന്ന് അറിയില്ല. അത് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റെല്ലക്ക് കൊടുത്ത കാര്യം അവനക്ക് ഓർമ്മയില്ല. ഇതിനെപ്പറ്റി അസിസ്റ്റന്റ് അവനോട് ചോദിച്ചെങ്കിലും അവനൊന്നും തന്നെ ഓർമ്മയില്ല. ഇവിടെ സ്റ്റെല്ല കുഞ്ഞിനെയും എടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. ഓടുന്നതിനിടയിൽ നേരെ ജാക്കിന്റെ മുന്നിലായിട്ട് വീഴും. അപ്പോൾ കാറിൽ നിന്ന് അസിസ്റ്റന്റ് ഇറങ്ങിയിട്ട്, നീ ഇതെങ്ങോട്ടോ പോകുന്നേ, നിനക്ക് കണ്ടൂടെ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും. അന്നേരം അവള് സോറി പറഞ്ഞിട്ട്, എന്നോട് ക്ഷമിക്കണം, എന്റെ കുഞ്ഞിന് തീരെ വയ്യ, ഞാൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, ഞാൻ ആകെ വറീഡാണെന്ന് പറയും. ശേഷം അവളെ കുഞ്ഞിനെയും എടുത്തോണ്ട് പോകുകയാണ്. പക്ഷെ ഇതൊന്നും കാറിലിരിക്കുന്ന ജാക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ അവളെ കണ്ടതുമില്ല. ഇവിടെ ലില്ലി ഹോസ്പിറ്റലിൽ ഐസിയുവിന് അകത്താണ്. പുറത്തിരുന്ന സ്റ്റെല്ല വളരെ സങ്കടപ്പെട്ട് കരയാണ്. ഉടനെ അവളുടെ അടുത്തേക്ക് ഡോക്ടേഴ്സ് വരും. എന്നിട്ട് വളരെ സങ്കടത്തോടെ, ലില്ലിക്ക് വളരെ ഗുരുതരമായ ഒരു അസുഖമാണ്, മരുന്നുകൾ കൊണ്ടൊന്നും അത് തടയാൻ പറ്റില്ല, അവളുടെ ശരീരത്തിൽ അതിനാവശ്യമായ സെല്ലുകളൊന്നും ഇല്ല. അന്നേരം മറ്റേ ഡോക്ടർ, നമുക്ക് അവളുടെ ആംബ്ലിക്കൽ കോഡ് ബ്ലഡ് ആവശ്യമാണ്, എവിടെ അവളുടെ അച്ഛനെന്ന് ചോദിക്കും. അന്നേരം സ്റ്റെല്ല, എന്റെ കുഞ്ഞിനെ അച്ഛനില്ല ഡോക്ടർ, നിങ്ങൾ ദയവായി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തൂ, എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്ന് പറയും. അന്നേരം ഡോക്ടർ, നിങ്ങൾ വിഷമിക്കേണ്ട, ഈ ഹോസ്പിറ്റലിന്റെ MD പ്രൊഫസർ മിസസ് സ്മിത്ത് ആണ്, അതായത് ജാക്കിന്റെ അച്ഛൻ, അവരോട് ഞങ്ങൾ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, അപ്പോഴേക്കും നിങ്ങൾ അതിനാവശ്യമായ പണം കണ്ടെത്തൂ, വേഗം ഫീസ് അടക്കൂ എന്ന് പറയും. അവളതും കേട്ട് അവിടുന്ന് ഫീസ് അടക്കാനായിട്ട് പോകും. ശേഷം ഫീസ് അടക്കുന്ന കൗണ്ടറിൽ ചെന്നിട്ട് അവളുടെ ബാഗിൽ നിന്നും കാർഡ് എടുക്കും. എന്നിട്ട് അത് സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിൽ അവൾക്കടക്കാനുള്ള മതിയായ തുകയുണ്ടായിരിക്കില്ല. പലതവണ അവൾ ട്രൈ ചെയ്തെങ്കിലും വീണ്ടും അത് തന്നെയാണ് കാണിക്കുന്നത്. ആകെ സങ്കടപ്പെട്ട് അവൾ വേഗം അമ്മക്ക് ഫോൺ വിളിച്ചിട്ട്, അമ്മേ, ലിലിക്ക് തീരെ വയ്യ, എനിക്ക് അവളെ രക്ഷിക്കാൻ കുറച്ച് പണം അത്യാവശ്യമാണ്, അമ്മ കുറച്ച് കാശ് കടം തരുമോ എന്ന് ചോദിക്കും. അന്നേരം ആ തള്ള, അതിന് എനിക്കെന്താ, ആ കുട്ടിപ്പിശാച് മരിച്ചാലും ഇല്ലേലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, അമ്മ അങ്ങനെ പറയല്ലേ, ലിനി നിങ്ങളുടെ സ്വന്തം പേരക്കുട്ടിയല്ലേ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പണം തരികയാണെങ്കിൽ തീർച്ചയായും ഞാനത് പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കുമെന്ന് അവൾ പറയും. പക്ഷെ ആ സ്ത്രീ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ കോൾ കട്ട് ചെയ്യും. ഇവിടെ സ്റ്റെല്ലക്ക് പിറകിൽ ഓരോരുത്തരായിട്ട് ഫീ പേ ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. അതിലൊരാൾ ദേഷ്യപ്പെട്ടുകൊണ്ട്, നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഒന്ന് അടയ്ക്കൂ, അല്ലെങ്കിൽ വൈമാറി നിൽക്കെന്നും പറഞ്ഞ് അവളെ അവിടുന്ന് തള്ളി മാറ്റും. അന്നേരം അവളുടെ കയ്യിലുണ്ടായിരുന്ന പണ്ട് ജാക്കു കൊടുത്ത അവന്റെ ഡ്രാഗൺ ഡിസൈനിലുള്ള ഫാമിലി മാല താഴേക്ക് വീഴും. ശേഷം അവൾ അതെടുത്തിട്ട്, നിന്നെ മുതലെടുക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഇപ്പോൾ ലിലിക്ക് വേണ്ടി മറ്റൊരു മാർഗവുമില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് എണീക്കും. അന്നേരം അങ്ങോട്ട് പ്രൊഫസർ സ്മിത്ത് വരും. ഡോക്ടേഴ്സ് എല്ലാവരും അയാളുടെ ഹാർഡ് വർക്കിനെ കുറിച്ച് പറഞ്ഞ് അയാളുടെ നന്ദിയും പറഞ്ഞുകൊണ്ട് വരികയാണ്. അന്നേരം അയാള്, ഞാൻ എന്റെ മകന് വേണ്ടി നല്ലൊരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്, അവനിപ്പോൾ 35 വയസ്സായി, ഇതുവരെയായിട്ടും അവന് വിവാഹിതനായിട്ടില്ല എന്ന് പറയും. പ്രൊഫസർ വരുന്നത് കണ്ട് സ്റ്റെല്ല വേഗം എണീറ്റിട്ട് അവരുടെ അടുത്തേക്ക് ഓടിപ്പോകും. എന്നിട്ട്, സർ, എന്റെ കുഞ്ഞിന് ചികിത്സിക്കാൻ എന്റെ കയ്യിൽ പണമില്ല, ഇത് കുറച്ച് വിലയുള്ളതായിരിക്കുമെന്ന് തോന്നുന്നു, ഇത് നിങ്ങളെടുത്തോ എന്നും പറഞ്ഞിട്ട് അവൾ അവളുടെ കയ്യിലുള്ള ആ ഡ്രാഗൺ ഡിസൈനുള്ള പെൻഡന്റ് ആ പ്രൊഫസറിന് കൊടുക്കും. ഇത് കണ്ട് പ്രൊഫസർ ആകെ ഷോക്കാകും. ഇത് ജാക്കിന്റേതല്ലേ, ഇതെങ്ങനെ നിന്റെ കയ്യിലെത്തി, നിനക്കിത് എവിടുന്ന എന്നൊക്കെ ചോദിക്കും. അന്നേരം സ്റ്റെല്ല, ഇതെനിക്ക് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ തന്നതാണ്, എന്റെ കുഞ്ഞിന് ഒരു പാരമ്പര്യ അസുഖമുണ്ട്, അവളിപ്പോൾ എമർജൻസി റൂമിലാണ്, എനിക്ക് വേറെ വഴിയില്ല, ഇത് വെച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞ് അവൾ ആ മാല ഡോക്ടർക്ക് കൊടുക്കും. ഇതെല്ലാം കേട്ട് ഡോക്ടർ ആകെ ഷോക്കാകും. കാരണം ആ ഫാമിലിയിൽ ജനിച്ച ജാക്കിനും ജനന സമയത്ത് ഇതേ അസുഖമുണ്ടായിരുന്നു. ഈ ഡോക്ടർ ആയിരുന്നു അവനെ ചികിത്സിച്ച് അസുഖം ഭേദമാക്കിയത്. അവനെ സുഖപ്പെടുത്താൻ അനുയോജ്യമായ കോശങ്ങൾ കണ്ടെത്താൻ വളരെ കാലം വേണ്ടി വന്നിരുന്നു. ഇതെല്ലാം ഈ ഡോക്ടർ ഓർത്തോണ്ടിരിക്കുമ്പോൾ സ്റ്റെല്ല, ഡോക്ടർ പ്ലീസ്, ഇത് മതിയോ, എന്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കാമോ എന്ന് ചോദിക്കും. അന്നേരം ഡോക്ടർ, നിങ്ങളൊന്നും തന്നെ തരണ്ട, കുട്ടിയുടെ അസുഖം ഞാൻ കൈകാര്യം ചെയ്തോളാം, എല്ലാ ചികിത്സാ ചെലവുകളും ഞാൻ തന്നെ വഹിച്ചോളാമെന്നും ആ ഡോക്ടർ പറയും. ഇത് കേട്ട സ്റ്റെല്ല ഡോക്ടറുടെ കാലിൽ വീണ് നന്ദി പറയും. ഇത് തീർച്ചയായും ഞാൻ തിരിച്ചടക്കുമെന്നും അവൾ പറയും. ഉടനെ ഡോക്ടർ എല്ലാവരെയും വിളിച്ചിട്ട് എന്റെ കൂടെ എമർജൻസി റൂമിലേക്ക് വരൂ എന്ന് പറയും. ഇവിടെ ഈ ഡോക്ടർ ഫോൺ എടുത്തിട്ട് ജാക്കിന് വിളിക്കും. ജാക്ക്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടോ? ആ കുഞ്ഞിന്റെ അമ്മ നിന്റെ ജേഡ് പെൻഡന്റുമായി വന്നിട്ട് അത് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ തന്നതാണെന്ന് പറയുന്നു. നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, തീർച്ചയായും നിങ്ങൾ അവളെ വിവാഹം കഴിക്കണമെന്ന് പറയും.
ഉടനെ ജാക്ക് എന്നോ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചതാകാം, അല്ലെങ്കിൽ വല്ല സംശയവും തോന്നിയതാവാം, ആരെങ്കിലും നിങ്ങളെ കബളിപ്പിച്ചതായിരിക്കാമെന്ന് ജാക്ക് പറയും. ഇത് കേട്ട് അസിസ്റ്റന്റ് നിക്ക് 5 വർഷം മുന്നേ നീ ഒരു പെണ്ണുമായി നടന്നതൊന്നും നിനക്ക് ഓർമ്മയില്ല എന്ന് ചോദിക്കും. അന്നേരം ജാക്കിന് 5 വർഷം മുമ്പ് നടന്ന ആ ഇൻസിഡന്റ് ഓർമ്മ വരും. കൂടാതെ അസിസ്റ്റന്റ് അവൾക്ക് ചെക്ക് കൊടുത്തതും ഉടനെ ദേഷ്യത്തോടെ അവൾ അത് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും പോലെ ഞാനൊരു ബാർഗേളല്ല എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകും. അന്നേരം ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് മറ്റൊരു സ്റ്റാഫ് വന്നിട്ട് മിസ്റ്റർ ജാക്ക് ഇവളെയാണ് ചൂസ് ചെയ്തതെന്ന് ചോദിക്കും. പക്ഷെ അവള് പാവപ്പെട്ട വീട്ടിലെ പട്ടിണി മാറ്റാൻ ജോലി ചെയ്യുന്ന ഒരു പാവം കുട്ടിയാണെന്ന് പറയും. അന്നത്തെ ഈ കാര്യങ്ങളെല്ലാം അസിസ്റ്റന്റ് ജാക്കിനോട് പറയും. കൂടാതെ നിങ്ങളുടെ ഇമേജ് തകരാതിരിക്കാനാണ് ഞാനത് മറച്ചു വെച്ചതെന്നും അവൻ പറയും. ഉടനെ ജാക്ക് ഫോൺ എടുത്തിട്ട് ഡോക്ടറിനെ അമ്മേ എന്ന് വിളിക്കും. കാരണം ആ ഡോക്ടർ അവന്റെ അമ്മയാണ്. എന്നിട്ട് അമ്മേ ആ കുഞ്ഞിന്റെ പെർട്ടേണിറ്റി ടെസ്റ്റ് നോക്കണം, ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം, എന്നെ ഒന്ന് സഹായിക്കണമെന്നും പറയും. ഓക്കെ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് അമ്മയും കോൾ കട്ട് ചെയ്യും. ഇവിടെ സ്റ്റെല്ലയുടെ വീട്ടിൽ അമ്മയും അച്ഛനും മകനും ഗെയിം കളിച്ച് കടം വരുത്തി വെച്ചിരിക്കുകയാണ്. അന്നേരം ഈ അമ്മ പറയും ദുഷിച്ചവള് കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് അവളെ നല്ല വിലക്ക് വിൽക്കാമായിരുന്നെന്ന്. അന്നേരം ഈ അച്ഛൻ അതിനെന്താ അവൾക്ക് ഒരു മകളിലെ, നമുക്ക് അവളെ വിറ്റ് നല്ല കാശുണ്ടാക്കാമെന്ന് പറഞ്ഞ് ചിരിക്കും. ശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് സ്റ്റെല്ലയെ പിടിച്ചു വെച്ചിട്ട് എടി വൃത്തികെട്ടവളെ, നീ നിന്റെ കയ്യിൽ ഒരുപാട് പണമുണ്ടായിട്ടും ഒരു തുള്ളി പോലും നിന്റെ സഹോദരന് ചെലവാക്കുന്നില്ല, നീ അതെല്ലാം നാളെ മരിക്കാൻ നിൽക്കുന്ന ഈ കുട്ടിപിശാചിനാണോ ചെലവാക്കുന്നേ എന്നും ദേഷ്യത്തോടെ ചോദിക്കും. എന്നിട്ട് അച്ഛൻ ആ കുഞ്ഞിനെയും എടുത്തോട് ഹോസ്പിറ്റലിൽ നിന്നും ഓടും. പിറകെ സ്റ്റെല്ലയും ഓടും. അച്ഛാ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകല്ലേ, അവൾക്ക് തീരെ വെയ്യ, അവൾക്ക് ഓക്സിജൻ ഇല്ലാതെ പുറത്തു പോകാൻ പറ്റില്ല, പ്ലീസ് അച്ഛാ എന്ന് കരഞ്ഞോണ്ട് പറയും. പക്ഷെ അമ്മ സ്റ്റെല്ലയെ പിടിച്ചു വെച്ചിട്ട് ഹോസ്പിറ്റലിൽ ഇത് കണ്ട് നോക്കി നിൽക്കുന്നവരോട് ഇവളൊരു മാനസിക രോഗിയാണ്, അവൾ സ്വന്തം കുഞ്ഞിനെ ഉപദ്രവിക്കാൻ പോകാണെന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. മറ്റുള്ളവരും അതൊക്കെ വിശ്വസിച്ച് അവളെ സഹായിക്കാതെ നിൽക്കും. ലിലി ആകെ ക്ഷീണിതയായിട്ട് എന്നെ എന്റെ അമ്മയുടെ കൂടെ വിടൂ എന്ന് കരഞ്ഞു പറയുന്നുണ്ട്. ഈ അച്ഛനാണെങ്കിൽ കുഞ്ഞിനെ ഇനിയും വൈകിപ്പിക്കരുത്, അവൾക്ക് പെട്ടെന്ന് ചികിത്സ അത്യാവശ്യമാണെന്നും കള്ളം പറഞ്ഞിട്ട് കുഞ്ഞിനെയും എടുത്തോണ്ട് അവിടുന്ന് ഓടും. കൂടെ അമ്മയും സഹോദരനും എസ്കേപ്പ് ആകും. ഇവിടെ ഡോക്ടർ അവരുടെ മകനായ ജാക്കിനെ വിളിച്ചിട്ട് മോനെ പെർട്ടേണിറ്റി ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, അത് ശരിക്കും നിന്റെ കുഞ്ഞാണെന്ന് പറയും. കൂടാതെ അവൾ വളരെ ദുർബലയാണ്, തീരെ വയ്യാത്തൊരു കുഞ്ഞുമാണ്, മാത്രവുമല്ല അവളുടെ അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവളെ വളർത്തുന്നത്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയും. ജാക്കിന് ഇതെല്ലാം ആലോചിച്ച് വളരെ സങ്കടമാകും. ഞാൻ എന്തൊരു പാപിയാണ്, സ്റ്റെല്ലയും ലില്ലിയും എന്റേതാണ്, ഇനി മുതൽ ഞാനവരെ നന്നായി നോക്കുമെന്ന് പറഞ്ഞ് അവൻ ഹോസ്പിറ്റലിലേക്ക് പോകും. ഇവിടെ സ്റ്റെല്ല ലില്ലി നിനക്കൊരു അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ നീ ഇത്രയും കഷ്ടപ്പെടില്ലായിരുന്നു എന്നും പറഞ്ഞ് അച്ഛന്റെ കാലിൽ വീണിട്ട് അച്ഛാ പ്ലീസ് എന്റെ കുഞ്ഞിനെ വെറുതെ വിടൂ എന്നും പറഞ്ഞ് പോക്കറ്റിൽ നിന്നും ആ ജേഡ് പെൻഡന്റ് എടുത്തിട്ട് അച്ഛന് കൊടുക്കും. എന്നിട്ട് അച്ഛാ ഇത് നിങ്ങളെടുത്തോളൂ, ഇത് വളരെ വിലപിടിപ്പുള്ള ഒരു മാലയാണ്, ഇതെടുത്തിട്ട് എന്റെ കുഞ്ഞിനെ ഇങ്ങ് തരൂ എന്ന് പറയും. പക്ഷെ ആ ദുഷ്ടനായ അച്ഛന് വളരെ ദേഷ്യത്തോടെ ആ മാല എടുത്ത് താഴേക്കിട്ട് പൊട്ടിക്കും. കൂടാതെ ആ അച്ഛനും സഹോദരനും കൂടെ അവളെ താഴേക്ക് തള്ളിയിട്ടിട്ട് കാലുകൊണ്ട് ചവിട്ടി അവളെ ഉപദ്രവിക്കുകയും കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് ഓടുകയും ചെയ്യും. അങ്ങനെ ലിലിയെയും കൊണ്ട് അവർ അവിടുന്ന് കടന്നു കളയാൻ ശ്രമിക്കവേ ലിലിയുടെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അന്നേരം ഈ ദുഷ്ടയായ അമ്മ ഈ പെണ്ണിനെ കാറ്റുപോയോ, ഇനി എന്തിനാ നമുക്ക് ഇവളെ അങ്ങ് കൊടുത്തേക്കെന്ന് പറയും. അപ്പോ ആ ദുഷ്ടനായ ബ്രദർ അവൾ ചത്താൽ എന്താ, നമുക്ക് അവളുടെ അവയവങ്ങൾ എടുത്തിട്ട് വിൽക്കാം, ഓരോന്നിനും നല്ല പൈസയും കിട്ടുമെന്ന് പറയും. ഇത് കേട്ട് അവർ ചിരിച്ചോണ്ട് വീണ്ടും അവിടുന്ന് എസ്കേപ്പ് ആകാൻ നേരം അങ്ങോട്ട് മിസ്റ്റർ ജാക്കും അവന്റെ ആളുകളും കടന്നു വരും. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയിട്ട് എന്റെ കുഞ്ഞിനെ തൊടാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നെന്നും പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെടും. ഇവിടെ ലില്ലി കണ്ണു തുറന്നിട്ട് നിങ്ങളാണോ എന്റെ അച്ഛൻ എന്നെ രക്ഷിക്കാൻ വന്നതാണോ, അച്ഛൻ എന്നെയും അമ്മയും രക്ഷിക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കും. അന്നേരം അയാള് അതേ മോളെ എന്ന് പറയും. എന്നിട്ട് ജാക്ക് ലില്ലിയെയും എടുത്തിട്ട് സ്റ്റെല്ലയുടെ അടുത്ത് പോയിട്ട് നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് വൈകിപ്പോയെന്ന് പറയുമ്പോൾ അവൾ ആദ്യം നമുക്ക് നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് പറയും. എന്നിട്ട് കുഞ്ഞിനെയും എടുത്തിട്ട് സ്ട്രക്ചറിൽ കിടത്തിയിട്ട് ഡോക്ടറിന്റെ കൂടെ പറഞ്ഞയക്കും. ഇവിടെ സ്റ്റെല്ല ജാക്കിനോട് ഞാൻ ഒരിക്കലും നിങ്ങളെയും കുഞ്ഞിനെയും വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ജാക്ക് നീ ഒന്ന് നിർത്താമോ, എനിക്ക് എല്ലാം അറിയാം, എനിക്ക് നിന്നെ മനസ്സിലാകുന്നുണ്ടെന്ന് പറയും. അന്നേരം അങ്ങോട്ട് ആ ദുഷ്ടയായ അമ്മ വന്നിട്ട് സ്റ്റെല്ല നീ എന്തൊരു വൃത്തികെട്ടവളാണ്, നീ നിന്റെ കാമുകനെയും വിളിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുവാണോ, നീ അവനെ വെച്ച് മുതലാക്കാനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഇത് കേട്ടിട്ട് സ്റ്റെല്ല ആകെ വിഷമത്തോടെ അല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്ക് എന്നോ അത് ചെയ്യാമായിരുന്നു എന്ന് പറയും. ഉടനെ അവളുടെ ബ്രദർ വന്നിട്ട് നിനക്ക് നാണമില്ല സിസ്റ്റർ, കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റായി പ്രസവിച്ചിട്ട് ഒരു കാമുകനെയും വെച്ച് വിലപേശൻ വളരെ മോശം തന്നെ, നിന്റെ കുഞ്ഞിനെ പോലും അത് നാണക്കേടാണെന്ന് പറഞ്ഞ് അവളെ തളർത്തും. ഇത് കേട്ട് കലി വന്ന ജാക്ക് അവളുടെ ബ്രദറിനിട്ട് ഒരു ചവിട്ട് കൊടുക്കും. അത് ചോദിക്കാൻ പോയ അമ്മയ്ക്കും മോന്ത കിട്ടുന്നു കൊടുക്കും. ഇനി എന്റെ കുഞ്ഞിനെയോ എന്റെ ഫാമിലിയെയോ ആരെങ്കിലും തൊട്ടെന്നറിഞ്ഞാൽ ഇതായിരിക്കില്ല അവസ്ഥ, കൊന്നു കുഴിച്ചുമൂടുമെന്ന് ജാക്ക് പറയും. കൂടെ ജാക്കിന്റെ ആളുകൾ അവരെ പൊതിരെ തല്ലാൻ തുടങ്ങും. എന്നിട്ട് അതെനീ കാണണ്ടെന്നും പറഞ്ഞിട്ട് ജാക്ക് സ്റ്റെല്ലയെ വാരിക്കോരിയെടുത്തിട്ട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവർ അവിടുന്ന് പോകും. പിന്നീട് ജാക്ക് ഒരു ഗ്ലാസ് വെള്ളവുമായി സ്റ്റെല്ലയുടെ അടുത്തേക്ക് വന്നിട്ട് ഇനി നീ കുറച്ച് റെസ്റ്റ് എടുക്ക്, ലില്ലിമോളെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയും. അന്നേരം അവൾ നോ പറയും. അപ്പോൾ ജാക്ക് നീ എന്തിനാ പേടിക്കുന്നേ, അവളെ ഞാൻ നന്നായി നോക്കുമെന്ന് പറയുമ്പോൾ സ്റ്റെല്ല
ഇല്ല, നീ എന്നെ കാണാതെ അവളെയും കൊണ്ട് ദൂരേക്ക് പോയാലോ? അന്നേരം അവൻ അവളുടെ കൂടെ ഇരുന്നിട്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല, ഇനി എപ്പോഴും ഞാൻ നിങ്ങൾ രണ്ടാളുടെയും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് ഉറപ്പ് നൽകും. കൂടാതെ ലില്ലിയെ രക്ഷിക്കാനുള്ള ഏകമാർഗം മറ്റൊരു കുട്ടിയെ ജനിപ്പിക്കുക എന്നതാണ്. എന്താണ് നിനക്ക് സമ്മതമുണ്ടോ എന്ന് ജാക്ക് സ്റ്റെല്ലയോട് ചോദിക്കും. അന്നേരം അങ്ങോട്ട് നോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വരും. എന്നിട്ട് ജാക്കിനോട് ഒരു ഭാര്യയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നിനക്കറിയില്ലേ, ഇതൊന്നും പെട്ടെന്നെടുക്കുന്ന തീരുമാനമല്ല എന്ന് പറഞ്ഞ് സ്റ്റെല്ലയുടെ കൈ പിടിച്ചിട്ട് മോൾ ക്ഷമിക്കണം, എന്റെ മരുമകളെ സ്വീകരിക്കാൻ ഞാൻ ഒരുപാട് ഗിഫ്റ്റുകൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ സാഹചര്യം ഇതായിപ്പോയി. എന്നാലും അവരുടെ ആളുകൾ അങ്ങോട്ട് ഓരോരോ ഗിഫ്റ്റുമായി അകത്തേക്ക് കടന്നു വന്നു. ഒരു ബീച്ച് സൈഡ് വില്ല, രാജകീയ കിരീടം, അമ്യൂസ്മെന്റ് പാർക്കിലെ ഒരു സെറ്റ് ഇമ്പീരിയർ ജേഡ് ജ്വല്ലറി, ഒരു ഗോൾഡൻ ജേഡ്, ദീർഘായുസ്ലോക്ക്, അങ്ങനെ എന്തൊക്കെയോ വിലമതിക്കുന്ന വസ്തുക്കളുടെ പേര് പറഞ്ഞിട്ട് അവർ വരി വരിയായി നിൽക്കും. ഇതെല്ലാം കേട്ട് സ്റ്റെല്ല വാപ്പൊളിച്ച് നിൽക്കാണ്. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായ സ്റ്റെല്ല ഒരു ഗോൾഡൻ മാല പോലും ഇതുവരെ ധരിച്ചിട്ടില്ല. ഇതെല്ലാം കേട്ട് സ്റ്റെല്ല നോ എനിക്കിതൊന്നും വേണ്ട, ഇതെല്ലാം അന്ന് രാത്രി ആക്സിഡന്റായി സംഭവിച്ചതാണ്, എനിക്കിതൊന്നും വേണ്ട, ഞാൻ നിങ്ങളെ മുതലെടുക്കാൻ വന്നതല്ല എന്ന് പറയും. അന്നേരം അമ്മ ഇതെല്ലാം നിനക്കും കുഞ്ഞിനുമുള്ള നഷ്ടപരിഹാരമാണ്, ബാക്കി വേണ്ടതെല്ലാം അവൻ ചെയ്തോളുമെന്ന് പറയും. വേണ്ട, എനിക്കിതൊന്നും വേണ്ട, ലില്ലി വളരെ ആരോഗ്യത്തോടെ വളരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് സ്റ്റെല്ല പറയും. ഉടനെ കുഞ്ഞുണർന്നിട്ട് അമ്മേ ഇതാണോ എന്റെ അച്ഛനെന്ന് ചോദിക്കും. അന്നേരം ജാക്ക് അതേ മോളെ, ഞാൻ തന്നെയാണ് നിന്റെ അച്ഛനെന്ന് വളരെ സന്തോഷത്തോടെ പറയും. കൂടെ ജാക്കിന്റെ അമ്മയും ആഹാ എന്റെ കൊച്ചുമോൾ മിടുക്കിയാണല്ലോ, മോൾക്ക് ഇതാ മുത്തശ്ശിന്റെ സമ്മാനവും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവൾക്ക് വിലപിടിപ്പുള്ള ഒരു ലോക്കറ്റ് അവളുടെ കഴുത്തിലിട്ട് കൊടുക്കും. എന്നിട്ട് മോൾക്ക് ആരോഗ്യവും ദീർഘായുസും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ആശീർവദിക്കും. പക്ഷേ സ്റ്റെല്ല അത്ര ഹാപ്പി ഒന്നുമല്ല. എന്നാൽ കുഞ്ഞാണെങ്കിലോ വളരെയധികം സന്തോഷത്തിലാണ്. അവൾ അമ്മയെ വിളിച്ചിട്ട് അമ്മ ഇനി ഒറ്റയ്ക്ക് എന്നെ വളർത്തേണ്ടതില്ല, ലില്ലിക്ക് ഇപ്പോൾ ഒരു കുടുംബമുണ്ട്, കൂടാതെ ലില്ലിക്ക് ഒരു അച്ഛനും പിന്നെ ഒരു ഗ്രാൻഡ്മയും കൂടെ ഉണ്ട്. ഇവളുടെ സന്തോഷം കണ്ട് സ്റ്റെല്ലയും ഹാപ്പിയാവും. എന്നിട്ട് അതേ മോളെ നിനക്കിപ്പോൾ ഒരു കുടുംബമൊക്കെ ഉണ്ടെന്ന് പറയും. അന്നേരം ജാക്ക് സ്റ്റെല്ലയോട് അതെ, ആ കുടുംബത്തിലെ ഒരംഗമാണ് ഇപ്പോ നീയും എന്ന് പറയും. അങ്ങനെ മുത്തശ്ശി ലില്ലി മോൾ ഉണർന്നിരിക്കുന്നു, ഇനി അവളെ ചികിത്സക്കായി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയും. അങ്ങനെ ജാക്ക് അവർ രണ്ടാളെയും വീട്ടിലേക്ക് കൊണ്ടുപോകും. വീടെത്തിയതും ജാക്ക് ഡോർ തുറന്ന് സ്റ്റെല്ലയെ വാരി കോരിയെടുക്കും. എന്നിട്ട് അവളെ എടുത്തുകൊണ്ട് അകത്തോട്ട് പോകും. മുത്തശ്ശിയെ കണ്ടപാടെ എവിടെ ലില്ലിമോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവളെ ഞാൻ ഹോം വാർഡിൽ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. കൂടാതെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡോക്ടർമാരെ ഞാൻ ഇവിടെ വിളിച്ചിട്ടുണ്ടെന്നും പറയും. ജാക്കിന്റെ സന്തോഷം കണ്ട് ഇവിടെ അമ്മയും വളരെ ഹാപ്പിയാണ്. കാരണം യൂഷ്വലി ജാക്കിന് സ്ത്രീകളെ ഒട്ടും കണ്ടൂടാ, പിന്നെ അവന് ഏത് നേരവും സന്യാസിയെ പോലെയാണ്. പക്ഷെ ഇപ്പോൾ അവന് ഒരു ഭാര്യയുള്ളതിനാൽ അവനൊരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല. ഇവിടെ ജാക്ക് ലില്ലിയെ അവന്റെ റൂമിലോട്ട് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുകയാണ്. അന്നേരം അവള് ഞാൻ കുളിച്ചിട്ട് വരാം, എന്നെ സ്മെല്ലടിക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയും. അന്നേരം അവൻ കുളിയൊന്നും അത്ര നിർബന്ധമുള്ള കാര്യമല്ല, ആദ്യം നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ നെറ്റിയിലെ മുറിവായ സ്ഥലത്ത് മരുന്ന് വെച്ച് കൊടുക്കും. അവൻ വേദനയുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ ഇല്ലെന്ന് പറയും. പിന്നെ അവർ രണ്ടാളും ഒന്നും സംസാരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരുങ്ങലോടെ നോക്കും. ശേഷം അവൾ ശരിയാകില്ല എന്നും പറഞ്ഞ് ഞാൻ ലില്ലിയെ നോക്കിയിട്ട് വരാമെന്ന് പറയും. ഇവിടെ മുത്തശ്ശി ലില്ലിയെ നന്നായി നോക്കുന്നുണ്ട്, അവൾക്ക് വേണ്ട സമയത്തൊക്കെ മരുന്നൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങോട്ട് ജാക്കും സ്റ്റെല്ലയും കടന്നു വരും. അമ്മയെ കണ്ട് ലില്ലി അടുത്തേക്ക് ഓടിപ്പോകും. എന്നിട്ട് അമ്മ നോക്കിക്കേ, എനിക്ക് മുത്തശ്ശി ഒരുപാട് ടോയ്സുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അന്നേരം സ്റ്റെല്ല അമ്മയോട് താങ്ക് യു മിസ്റ്റർ പ്രൊഫസർ സ്മിത്ത് എന്ന് പറയും. അന്നേരം അമ്മ നീ എന്നെ ഇനി അങ്ങനെ ഒന്നും വിളിക്കണ്ട, അമ്മയെന്ന് വിളിച്ചാൽ മതി, അതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയും. അവളും സന്തോഷത്തോടെ ഓക്കെ മോം എന്ന് പറയും. അന്നേരം ജാക്ക് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറോട് ഇപ്പൊ എങ്ങനെയുണ്ട് ലില്ലിക്ക്, എന്താ അവളുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കും. അന്നേരം ഡോക്ടർ പതിവായുള്ള ചികിത്സയിലൂടെ നമുക്ക് സ്ഥിരത കൈവരിക്കും, പക്ഷെ മറ്റൊരു കുഞ്ഞ് ജനിക്കുന്നത് വരെ മാത്രമേ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് ഡോക്ടർ പറയും. ഇത് കേട്ട് ലില്ലി എനിക്കൊരു ബ്രദറോ സിസ്റ്ററോ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു അല്ലെ എന്ന് ചോദിക്കും. ആർക്കും ഉത്തരമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഉടനെ ജാക്ക് സ്റ്റെല്ലയും എടുത്തിട്ട് പോകാൻ നിൽക്കുകയാണ്. ഈ കാഴ്ച കണ്ട് ലില്ലി വാ പൊത്തിച്ചിരിക്കും. സ്റ്റെല്ലയ്ക്ക് ആകെ നാണം വരും. അന്നേരം മുത്തശ്ശി അവൻ എപ്പോഴും അവന്റെ കൈകൾ വരക്കാനാണ് ഉപയോഗിക്കാറ്, ഇപ്പൊ നിന്നെ പൊക്കാനും. അതിൽ നിന്നും മോചിതനായതിൽ ഞാൻ വളരെ ഹാപ്പിയാണെന്നും പറഞ്ഞ് മുത്തശ്ശി ലില്ലിയെയും എടുത്തിട്ട് ജാക്കിനോട് നീ നിന്റെ വലിയ കുട്ടിയെ എടുത്തോ, ഞാൻ എന്റെ ചെറിയ കുട്ടിയെയും എടുക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയും. അങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സിലെത്തിയിട്ട് സ്റ്റെല്ലയും ലില്ലിയും ഒരേപോലുള്ള മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി നോക്കുകയാണ്. അവര് രണ്ടാളെയും ഒരേപോലുള്ള ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോ ലില്ലി പറയും അച്ഛനും വാ, നമുക്ക് 3 പേർക്കും മാച്ചിങ് ആയ ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞ് ജാക്കിനെയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കും. അങ്ങനെ അവർ 3 ആളും ഒരേപോലുള്ള ഡ്രസ്സ് ധരിച്ചു വരികയാണ്. 3 പേരെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇത്രയധികം ഡ്രസ്സ് കണ്ടിട്ട് സ്റ്റെല്ല ജാക്ക് ഇതൊക്കെ ഓവറല്ലേ? അന്നേരം ജാക്ക് നോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വെറും ചെറുത്, എന്റെ ലില്ലിക്ക് ഞാൻ ഇനിയും ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങുമെന്ന് പറയും. ശേഷം നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കും. നോ എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം ബാത്റൂമിലേക്ക് ഓടും. അങ്ങനെ പിറ്റേന്ന് രാവിലെ എല്ലാവരും ഹാളിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. സ്റ്റെല്ല ലില്ലിക്ക് അവളുടെ മരുന്നെടുത്ത് കൊടുത്തിട്ട് അത് കഴിക്കാൻ പറയും. അന്നേരം ലില്ലി സ്റ്റെല്ലയുടെ കൈത്തിലെ ചുവന്ന പാടുകൾ ശ്രദ്ധിക്കുകയുണ്ടായി. എന്നിട്ട് അവൾ ജാക്കിനോട് പോയിട്ട് അച്ഛാ ഇതെന്തൊരു വലിയ വീടാ,
പക്ഷെ കൊതുകിനെ ഓടിക്കാനുള്ള മരുന്ന് ഈ വീട്ടിലില്ലേ, എന്റെ മമ്മിയെ എന്തോരം കടിയെ കൊതുക് കടിച്ചേക്കുന്നെന്ന് പറയും. ഇത് കേട്ട് മുത്തശ്ശി ആകെ നാണത്തോടെ ചിരിക്കും. ലില്ലി അച്ഛൻ അടുത്ത തവണ ശ്രമിച്ചോളാമെന്ന് ജാക്ക് പറയും. ഇവിടെ കുഞ്ഞ് അച്ഛ, എനിക്ക് സ്കൂളിൽ പോകാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ അസുഖം കാരണം അമ്മ എന്നെ സ്കൂളിലേക്ക് വിടാറില്ല എന്ന് പറയും. ഉടനെ ജാക്ക്, മോള് വിഷമിക്കണ്ട, മോളെ ഞാൻ നല്ലൊരു സ്കൂളിൽ തന്നെ ചേർത്തും, ഇപ്പോ അസുഖമൊക്കെ ഭേദമായി വരുന്നുണ്ടല്ലോ, ഇനിയൊട്ടും വിഷമിക്കേണ്ടെന്ന് പറയും. അന്നേരം സ്റ്റെല്ല പ്രൈവറ്റ് കിൻഡർ ഗാർഡനിലൊക്കെ ചേർത്താൻ ഒരുപാട് കാശാകില്ലെന്ന് ചോദിക്കും. പൈസയൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന് മുത്തശ്ശി പറയും. അപ്പോ സ്റ്റെല്ല ജാക്കിനോട്, ജാക്ക് നീ നിന്റെ ജോലിയിൽ ശ്രദ്ധിക്കെ, ലില്ലിയെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയും. പക്ഷെ ജാക്കിന് സ്റ്റെല്ല തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് തോന്നും. ഇവിടെ സ്റ്റെല്ലയാണ് ലില്ലിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നത്. ജാക്ക് അവൾക്ക് ബാങ്ക് കാർഡും പിന്നെ അവൾ രണ്ടാളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ ടീച്ചർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. ശേഷം അവർ ബൈ ബൈ പറഞ്ഞ് അവിടുന്ന് പോകും. ഇവിടെ മുത്തശ്ശി ജാക്കിനോട്, നമ്മൾ ടീച്ചർക്ക് കൊടുത്ത ഗിഫ്റ്റ് 50 മില്യൺ വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റാണ്, അത് കുറച്ച് കൂടിപ്പോയില്ലേ എന്ന് ചോദിക്കും. അന്നേരം ജാക്ക്, ലില്ലിക്ക് തീരെ വയ്യാത്തതല്ലേ, അവളെ സഹായിക്കാനായിട്ട് ടീച്ചർ മാത്രമല്ലേ അവിടെ ഉണ്ടാവുക, അതുകൊണ്ടാണെന്ന് പറയും. ഇവിടെ സ്റ്റെല്ല ലില്ലിയെ സ്കൂളിൽ ചേർത്താനായിട്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെല്ലയുടെ മനസ്സിൽ ജാക്കുമായുള്ള ലില്ലിയുടെ ബന്ധത്തെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കാൻ അവൾക്ക് യാതൊരു താല്പര്യവുമില്ല. അത് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാക്കാമെന്ന് പറഞ്ഞ് അവൾ ജാക്കിന്റെ സർട്ടിഫിക്കറ്റ് അതിൽ നിന്നും മാറ്റിവെക്കും. അങ്ങനെ സ്കൂളിലെത്തിയിട്ട് സ്റ്റാഫ് ലില്ലിയുടെ പേപ്പേഴ്സ് ഒക്കെ നോക്കുകയാണ്. അന്നേരം അങ്ങോട്ട് ഒരു അമ്മയും കുഞ്ഞും വരും. അവരുടെ കയ്യിൽ ഒരു വിലപിടിപ്പുള്ള ഗിഫ്റ്റും ഉണ്ടായിരിക്കും. അത് അവർ ആ സ്റ്റാഫിന് കൊടുത്തതും ആ ലേഡി വളരെ സന്തോഷത്തോടെ, വൗ, ഇത്രയും വിലപിടിപ്പുള്ള ഗിഫ്റ്റ്, ഐ എം വെരി ഹാപ്പി എന്നും പറഞ്ഞ് അവരെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് അവരുടെ പേപ്പേഴ്സ് നോക്കാൻ തുടങ്ങും. അന്നേരം ലില്ലി, ടീച്ചർ ഞങ്ങളിൽ ആദ്യം വന്നെന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി, അതെ, ഞാൻ നിങ്ങളുടെ പേപ്പേഴ്സ് ഒക്കെ നോക്കി, നിന്റെ അമ്മയ്ക്ക് ഹൈസ്കൂൾ ഡിപ്ലോമയൊക്കെ ഉണ്ട്, പക്ഷെ നിന്റെ അച്ഛനെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്ന് പറയും. കൂടാതെ നിങ്ങളെ പോലുള്ള പാവപ്പെട്ടവരെ ഈ സ്കൂളിൽ എടുക്കുന്നതല്ല എന്നും പറഞ്ഞിട്ട് അവരെ അവിടുന്ന് ഗെറ്റൗട്ട് അടിക്കും. ഉടനെ സ്റ്റെല്ല ആ ലേഡിയോട്, മേഡം, എനിക്ക് ഹൈസ്കൂൾ ഡിപ്ലോമയുണ്ട്, കൂടാതെ എന്റെ മകൾ ലില്ലി വളരെ സ്മാർട്ടാണ്. ഓ വെയിറ്റ്, ഞാൻ നിങ്ങൾക്ക് വളരെ വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റുമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ആ ഗിഫ്റ്റും എടുത്തു കൊടുക്കും. കൂടാതെ ട്യൂഷൻ ഫീ എടുക്കാനുള്ള കാശും ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും പറയും. അങ്ങനെ ആ ലേഡി ആ ഗിഫ്റ്റ് വളരെ സന്തോഷത്തോടെ വാങ്ങി തുറന്നു നോക്കുമ്പോൾ അതിലൊരു കല്ലാണ് ആ സ്ത്രീ കണ്ടത്. പക്ഷെ അതിന്റെ വാല്യൂ അറിയാത്ത ആ ലേഡി അത് താഴേക്കെറിഞ്ഞിട്ട്, ഈ ഒരു പാറക്കഷ്ടമാണോ നിങ്ങൾ എനിക്ക് ഗിഫ്റ്റായി തന്നതെന്ന് പറഞ്ഞ് സ്റ്റെല്ലയോട് ദേഷ്യപ്പെടും. സ്റ്റെല്ലയും ഗിഫ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്റ്റെല്ല, ഓ സോറി, തെറ്റുപറ്റിയതാണ്, ക്ഷമിക്കണമെന്ന് പറയും. അന്നേരം ലില്ലി, ഇത് വെറും ഒരു പാറയൊന്നുമല്ല, എന്റെ മുത്തശ്ശി അങ്ങനെ ആരെയും പറ്റിക്കില്ലെന്ന് പറഞ്ഞ് ലില്ലി അതെടുക്കും. അന്നേരം മറ്റേ പയ്യൻ ലില്ലിയുടെ ദേഹത്തേക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫുട്ബോൾ എറിയും. ഇത് കണ്ട് സ്റ്റെല്ല, തെറ്റ് ചെയ്തിട്ടെന്താ നിങ്ങളുടെ മകൻ എന്റെ കുഞ്ഞിനോട് സോറി പറയാത്തേന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ രണ്ട് യാചകരും എന്റെ കുഞ്ഞിന്റെ ക്ഷമാപണം അറിയിക്കുന്നില്ലെന്ന് ആ സ്ത്രീ പറയും. അന്നേരം ലില്ലി, ഞങ്ങൾ ബെഗേഴ്സ് ഒന്നുമല്ല, മൈ ഡാഡി ഈസ് അമേസിംഗ് എന്ന് പറയും. ലില്ലി ദേഷ്യപ്പെട്ട് ആ സ്ത്രീയെ അടിക്കാൻ നിൽക്കവേ ആ സ്ത്രീ ലില്ലിയെ നന്നായി ഉപദ്രവിക്കും. വേഗം സ്റ്റെല്ല വന്ന് അവളെ പിടിച്ചു മാറ്റും. ഇവിടെ ജാക്കും അസിസ്റ്റന്റും വളരെ സന്തോഷത്തിലാണ്. കാരണം 10 ഡേയ്സ് കഴിഞ്ഞാൽ അവരുടെ പ്രൈം ഗ്രൂപ്പ് 1 ബില്യൺ അടിച്ച് വേൾഡിൽ 1ാം സ്ഥാനത്തെത്തും. അന്നേരം അങ്ങോട്ട് മറ്റൊരു സ്റ്റാഫ് വന്നിട്ട് ജാക്കിനോട് സ്കൂളിൽ പ്രശ്നം നടക്കുന്ന കാര്യമെന്ന് പറയും. ജാക്ക് വേഗം ഓടിപ്പോയിട്ട് അവർ രണ്ടാളെയും സേഫ് ആക്കിയിട്ട് അവരെ ഉപദ്രവിച്ച ആ സ്ത്രീയുടെ മോന്തക്കിട്ടൊന്ന് കൊടുത്തിട്ട് അവളെ തള്ളി താഴേക്കിടും. മിസ്റ്റർ ജാക്കിനെ കണ്ട് സ്കൂളിലെ സ്റ്റാഫ് അന്തം വിടും. കൂടാതെ ലില്ലി ജാക്കിനെ അച്ചാന്ന് വിളിക്കുന്നത് കേട്ട് ഒന്ന് ഷോക്കാകും. കാരണം വേൾഡിലെ സമ്പന്നരിൽ ഒരാളാണ് ജാക്കും അവന്റെ പ്രൈം ഗ്രൂപ്പും. ഉടനെ മറ്റേ സ്ത്രീ ജാക്കിനോട്, നീ എന്നെ തല്ലിയല്ലേ, ഞാൻ ആരാണെന്ന് നിനക്കിപ്പോ കാണിച്ചു തരാം, എന്റെ ഭർത്താവ് പ്രൈം ഗ്രൂപ്പിന്റെ മാനേജറാണെന്ന് പറഞ്ഞിട്ട് അവളുടെ ഹസ്ബൻഡിനെ ഫോണിൽ മെസ്സേജ് അയച്ച് വിളിച്ചു വരുത്തും. കൂടാതെ ഈ സ്റ്റാഫും ഇവളൊരു പാറക്കഷ്ണം തന്ന് ഞങ്ങളെ പറ്റിച്ചെന്നും പറയും. അന്നേരം ജാക്ക്, അത് വെറുമൊരു പാറക്കഷ്ണമല്ല, അത് 50 മില്യൺ വില വരുന്ന ജേഡ് റോസ്റ്റോൺ ആണെന്ന് പറയും. ഇത് കേട്ട് അവരതൊന്നും വിശ്വസിക്കില്ല. ഉടനെ ജാക്ക് അസിസ്റ്റന്റിനോട് ഫോണിൽ വിളിച്ചിട്ട് പ്രൈം ഗ്രൂപ്പിന്റെ ജനറൽ മാനേജറെ പുറത്താക്കാൻ പറയും. ഉടനെ അസിസ്റ്റന്റ് വിളിച്ചു പറയും. അന്നേരം ഇയാൾക്കും ഉടനെ കോള് വരും, നിങ്ങളെ പ്രൈം ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. കൂടാതെ $100 മില്യൺ നഷ്ടപരിഹാരം വേണമെന്നും പറയും. ഇത് കേട്ട് അവർ രണ്ടാളുടെയും കിളി പോകും. എന്നിട്ട് രണ്ടാളും ജാക്കിന്റെ കാലിൽ വീണിട്ട് മാപ്പ് ചോദിക്കും. കൂടെ ഇയാളെ ഇതിനെല്ലാം കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് ആളുടെ വൈഫിന്റെ മോന്തക്കിട്ടൊന്ന് കൊടുക്കും. ഇവിടെ ഈ സ്റ്റാഫ്, അപ്പോ ഇത് പാറക്കല്ലല്ലേ എന്നും പറഞ്ഞിട്ട് അതെടുക്കാൻ നിൽക്കവേ ലിലി വേഗം ഓടിപ്പോയിട്ട് അതെടുക്കും. എന്നിട്ട്, ഇനി ഇത് നിങ്ങൾക്ക് തരില്ല, നിങ്ങൾ എന്നെയും അമ്മയെയും നന്നായി ഉപദ്രവിച്ചില്ല എന്ന് പറയും. അവളും ജാക്കിന്റെ കാലിൽ വീണിട്ട് മാപ്പ് പറഞ്ഞെങ്കിലും ഈ സ്കൂളിലെ അധ്യാപികയാവാൻ നിനക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ട് അവളെ അവിടുന്ന് പറഞ്ഞുവിടും. ശേഷം ജാക്ക് ആ സർട്ടിഫിക്കറ്റ് മറിച്ചു നോക്കുമ്പോൾ അവന്റെ പേപ്പേഴ്സ് അതിൽ കാണുന്നുണ്ടാകുന്നില്ല. അതിനെപ്പറ്റി സ്റ്റെല്ലയോട് ചോദിക്കുമ്പോൾ അവൾ ഒരു അക്ഷരം തന്നെ മിണ്ടുത്തുമില്ല. അന്നേരം വീണ്ടും അവനക്ക് മനസ്സിലാകും അവൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന്. അങ്ങനെ അച്ഛൻ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ലില്ലി അച്ഛനോടും അമ്മയോടും കവിളത്ത് ഉമ്മ തരാൻ പറയും. അങ്ങനെ അവളുടെ സന്തോഷത്തിന് വേണ്ടി അവർ ഉമ്മ കൊടുക്കവേ പെട്ടെന്ന് ലില്ലി
ലില്ലി മുഖമെടുത്ത് മാറ്റുകയും അവർ തമ്മിൽ കിസ് അടിക്കുകയും ചെയ്യും. ഇത് കണ്ട് അസിസ്റ്റന്റ് ലില്ലിയോട് വെൽഡൻ യാ മോളെ ലില്ലി എന്ന് പറയും. ഇവിടെ മൂന്നാളും സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം മുത്തശ്ശി സ്റ്റെല്ലയോട് നിന്റെ കൈകളൊക്കെ നല്ല ചൂടാണല്ലോ, നീ ഈ സൂപ്പ് കഴിക്കെന്ന് പറഞ്ഞിട്ട് സൂപ്പ് കൊടുക്കും. അവൾ ആ സൂപ്പ് കഴിച്ചതും അവൾക്ക് ഓക്കാനും വരും. സ്റ്റെല്ല മുത്തശ്ശിയോട് അമ്മേ സൂപ്പ് നല്ല രുചിയൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ വയറിനെന്തോ സുഖമില്ലെന്ന് തോന്നുന്നു എന്ന് പറയും. ഇത് കേട്ട ഉടനെ ജാക്ക് അവളെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കും. ഉടനെ മുത്തശ്ശി അവളെ താഴെ വെക്ക്, ഞാനൊന്ന് നോക്കട്ടെ, അവളുടെ മുഖം കണ്ടിട്ട് നല്ല ലക്ഷണമാണെന്ന് തോന്നുന്നു എന്ന് പറയും. മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ച് ചെക്ക് ചെയ്തിട്ട് പോസിറ്റീവ് ആണെന്ന് പറയും. ഇത് കേട്ട് ജാക്കിന് വളരെയധികം സന്തോഷമാകും. സ്റ്റെല്ലയും വളരെ ഹാപ്പിയാകും. കൂടെ ലില്ലിയും ഓ മൈ ഗോഡ്, അപ്പോ എനിക്കൊരു കൂട്ടും കൂടെ വരാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കും. ഈ ഒരു കുഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ലില്ലിയുടെ അസുഖം വേഗത്തിൽ ചികിത്സിക്കാൻ കഴിയും. ശരിക്കും ലില്ലിയെ രക്ഷിക്കാനാണ് ഈ കുഞ്ഞിനെ ജനിപ്പിക്കുന്നത്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ജാക്കിന്റെ സഹോദരി ഒരു വലിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരികയാണ്. അവളുടെ കയ്യിൽ പേരൻസിനുള്ള ഗിഫ്റ്റുമായാണ് വന്നിരിക്കുന്നത്. അവളെ കണ്ടപാടെ അമ്മ ഓ നീ എത്തിയോ, എന്നിട്ട് സ്റ്റെല്ലയ്ക്ക് ഇതാണ് എമ്മ, എന്റെ മകളാണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കും. അതുപോലെ ലില്ലിക്കും ഇതാണ് നിന്റെ ആന്റി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷെ എമ്മക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ചെറിയ ദേഷ്യത്തോടെ അമ്മയോട് മോം ജാക്ക് എപ്പോഴാണ് അതിന് വിവാഹിതനായത്, ഇത്രയും വലിയ കുട്ടിയും ഇതൊക്കെ എപ്പോ നടന്നു, വല്ല മായാജാലവും സംഭവിച്ചോ, എന്തായാലും നടക്കട്ടെ, സോറി നിങ്ങളുള്ളത് എനിക്കറിയില്ലായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മ അവർക്ക് മാത്രമല്ല ഒരാൾക്കും കൂടി നീ മറന്നു, സ്റ്റെല്ല ഈസ് കെയറിംഗ് എന്ന് പറയും. ഇതൊക്കെ എമ്മ ഒരു ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. ശേഷം ജാക്ക് സ്റ്റെല്ലയെയും കൂട്ടി അവൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും. അന്നേരം എമ്മ ഞാനും കൂടെ വരാമെന്ന് പറയും. അന്നേരം ജാക്കിനെ പ്രേം ഗ്രൂപ്പിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഉടനെ അർജന്റായി അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരും. അങ്ങനെ ജാക്ക് സ്റ്റെല്ലയോട് എനിക്ക് അർജന്റായിട്ട് ഓഫീസ് വരെ പോകണം, നീ എമ്മയെയും കൂട്ടി പോയിക്കോന്ന് പറയും. അങ്ങനെ സ്റ്റെല്ലയും ലില്ലയും എമ്മയും കൂടെ ഷോപ്പിങ്ങിന് പോകും. അവിടെ വെച്ച് എമ്മ സ്റ്റെല്ലയോട് അവരുടെ ബന്ധത്തെക്കുറിച്ച് എങ്ങനെ കണ്ടുമുട്ടിയത് എന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. സ്റ്റെല്ല ജാക്ക് ഡ്രഗ് അടിച്ച് ആക്സിഡന്റിൽ സംഭവിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയാമായിരുന്നു ജാക്ക് ഒരിക്കലും ഒരു പെണ്ണിനെ പ്രണയിക്കില്ലെന്ന്, അവൻക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല, ഇത് ശരിക്കും അവനൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത പോലെയാണെന്ന് എമ്മ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഷോപ്പിലേക്ക് കയറും. അവിടെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം സ്റ്റെല്ല ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വായും പൊളിച്ചാണ് അത് നോക്കുന്നത്. അങ്ങനെ അവർ രണ്ടാളും അതെല്ലാം കണ്ട് നടക്കവേ എമ്മ അതിൽ നിന്നും ഒരു വിലപിടിപ്പുള്ള സാധനം എടുത്തിട്ട് സ്റ്റെല്ല അറിയാതെ അവളുടെ ബേക്കിലിടും. അങ്ങനെ അങ്ങോട്ട് സ്റ്റാഫ് വന്ന് നോക്കുമ്പോൾ അവിടെ ആ സാധനം കാണാതാവും. സ്റ്റെല്ലയോട് ദേഷ്യത്തോടെ നീ അത് മോഷ്ടിച്ചോ എന്ന് ചോദിക്കും. അന്നേരം ലില്ലി നോ, എന്റെ അമ്മ ഒരു കള്ളിയൊന്നുമല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണെന്ന് പറയും. സ്റ്റെല്ലയും വായും പൊളിച്ചുള്ള നോട്ടം മനസ്സിലാക്കിയ സ്റ്റാഫ് അവളുടെ ബാഗ് പരിശോധിക്കുകയും ആ സാധനം അതിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്യും. എനിക്കറിയാമായിരുന്നു അത് മോഷ്ടിച്ചത് നീയാണെന്ന്, കാരണം നീ അത് ആദ്യമായി കാണുന്ന പോലെയായിരുന്നു നോക്കിയിരുന്നത്. കൂടെ എമ്മയും വളരെ മോശം തന്നെ നീ ചെയ്തത്. നിനക്ക് എന്ത് വേണമെങ്കിലും ജാക്ക് വാങ്ങിത്തരും, പക്ഷെ നീ അത് മോഷ്ടിക്കാൻ പാടില്ലായിരുന്നു. അന്നേരം സ്റ്റെല്ല ഞാനല്ല മോഷ്ടിച്ചത്, എമ്മ നീ ഇല്ലായിരുന്നോ എന്റെ കൂടെ, നീ എന്റെ അടുത്തുണ്ടായിരുന്നില്ലേ, അത് ഞാനല്ല എന്ന് അവരോട് പറയുമ്പോൾ എമ്മ ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ഫോണിൽ എന്റെ വർക്ക് ഗ്രൂപ്പ് നോക്കുമായിരുന്നു എന്ന് കള്ളം പറയും. ഉടനെ സ്റ്റാഫ് അവളെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് നീ കള്ളിയാണെന്നും പറഞ്ഞ് അവളെ അടിക്കും. തടുക്കാൻ വന്ന ലില്ലിയെയും ഉന്തി തള്ളിയിടും. ഉടനെ ലില്ലി അവളുടെ ഫോൺ വാച്ച് എടുത്തിട്ട് ഓൺ ചെയ്ത് ഡാഡി പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. പക്ഷെ അവിടെ മിസ്റ്റർ ജാക്ക് മറ്റൊരു കോളിലായിരിക്കും. ഇവിടെ ഈ സ്റ്റാഫ് ലില്ലിയെയും സ്റ്റെല്ലയെയും ഉപദ്രവിക്കുന്നത് എമ്മ കയ്യും കട്ടി നോക്കി നിൽക്കുകയാണ്. ഇവിടെ സ്റ്റെല്ല നിർത്തൂ പ്ലീസ്, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ സ്റ്റാഫ് അതൊന്നും മെയിൻറ്റ് ചെയ്യാതെ അവളുടെ വയറിന് ചവിട്ടും. ഇവിടെ ജാക്ക് ഫോൺ കോളിംഗ് കഴിഞ്ഞ് മെസ്സേജ് കാണും. ഉടനെ തന്നെ വേഗം ആളിലേക്ക് ന്യൂട്ടേൺ എടുക്കാൻ പറയും. അന്നേരം അസിസ്റ്റന്റ് ഇത് നമ്മുടെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് അല്ലേ, ഷെയർ ഹോൾഡേഴ്സ് എല്ലാം നമ്മളെ കാത്തിരിക്കാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിലും ഇമ്പോർട്ടന്റ് അവരാണെന്നും പറയും. അങ്ങനെ അവർ വണ്ടി തിരിച്ച് നേരെ മാളിലേക്ക് പോകും. ഇവിടെ എമ്മ സ്റ്റെല്ലയോട് നീ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്, നീ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞൂടെ, മോഷ്ടിക്കാത്ത ഞാൻ എന്തിനാ അത് സമ്മതിക്കുന്നേ എന്ന് സ്റ്റെല്ല പറയുമ്പോൾ ആ സ്റ്റാഫ് വന്ന് അവളെ ചവിട്ടി വേദനിപ്പിച്ച് നിന്റെ തൊലിക്കടി അപാരം തന്നെ, നിന്റെ തൊലിക്കാണോ അത് വാക്കിനാണോ മൂർച്ചയുള്ളതെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അവൾ വീണ്ടും ഉപദ്രവിക്കും. കൂടെ ലില്ലിയെയും അടിക്കാൻ നേരം ജാക്ക് അങ്ങോട്ട് വന്ന് ആ സ്റ്റാഫിന്റെ കൈ പിടിച്ച് തള്ളി മാറ്റും. എന്നിട്ട് എന്റെ കുഞ്ഞിനെ തൊട്ടുപോകരുതെന്ന് പറയും. അന്നേരം ആ സ്റ്റാഫ് മിസ്റ്റർ ജാക്ക് അവളെ ഈ ഷോപ്പിൽ നിന്നും വിലപിടിപ്പുള്ള ഔഷധ സസ്യങ്ങൾ മോഷ്ടിച്ചു, അതുകൊണ്ടാണ് ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിച്ചതെന്ന് പറയും. അന്നേരം സ്റ്റെല്ല ജാക്ക് ഞാനല്ല അത് മോഷ്ടിച്ചത്, അത് ഞാനല്ലെന്ന് പറഞ്ഞ് കരയുമ്പോൾ എമ്മ വന്നിട്ട് ജാക്ക് ചിലപ്പോൾ അവളത് മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല, അവൾ ആദ്യമായിട്ടല്ല ഇതൊക്കെ കാണുന്നത്, അതുകൊണ്ട് അറിയാതെ ചെയ്തതായിരിക്കും, പാവം ക്ഷമിച്ചേക്കാമെന്ന് പറയും. അന്നേരം സ്റ്റെല്ല അതെങ്ങനെ എന്റെ ബാഗിൽ എത്തിയതെന്ന് എനിക്കറിയില്ല, ഞാനത് പറഞ്ഞിട്ടും
നിങ്ങൾ ആരും വിശ്വസിക്കുന്നുമില്ല. കൂടെ ലില്ലി അത് ചെയ്തത് എന്റെ അമ്മയല്ലെന്ന് പറയും. അപ്പോ ഈ സ്റ്റാഫ് നീ ആ കള്ളിയുടെ മകളല്ലേ, നീ അങ്ങനെ തന്നെ പറയുന്നു പറഞ്ഞതും നീ മിസ്റ്റർ ജാക്കിന്റെ കുഞ്ഞിനെ കുറിച്ച് അപവാദം പറയുന്നു എന്നും പറഞ്ഞ് അവളുടെ മോന്തക്കിട്ടെന്ന് കൊടുക്കും. അപ്പോഴാണ് ആ സ്റ്റാഫ് ഇത് മിസ്റ്റർ ജാക്കിന്റെ ഭാര്യയും കുഞ്ഞുമാണെന്ന് അറിയുന്നത്. ഉടനെ അമ്മ പറയും, ജാക്ക് ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇത് നിന്റെ പ്രശസ്തിയെ ബാധിക്കുമെന്ന് പറയും. അന്നേരം ജാക്ക് ഇല്ല, ഇതിന്റെ ഭാര്യയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്, എനിക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യണമെന്ന് പറയും. ഇത് കേട്ട് എമ്മയ്ക്ക് ഒരു കൂസലും ഉണ്ടാകില്ല. ഉടനെ അസിസ്റ്റന്റ് വന്നിട്ട് ഇവിടുത്തെ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, എന്തോ അറ്റകുറ്റപ്പണിയിലാണെന്ന് പറയും. ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എമ്മയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അന്നേരം ഈ സ്റ്റാഫ് കടയിൽ ഞങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഇനി ഇത് അവൾ എടുത്തിട്ടില്ലെങ്കിൽ ഈ സ്ത്രീ ആയിരിക്കുമോ ബാഗിൽ കൊണ്ടുവച്ചെന്ന് ചോദിക്കും. എമ്മ ആകെ പേടിച്ച് ജാക്ക് ഞാനല്ല, നമ്മുടെ അമ്മയാണ് സത്യം, ഞാനല്ല, ഞാനത് ചെയ്യില്ലെന്ന് പറയുമ്പോൾ ജാക്ക് ഓക്കെ എങ്കിൽ നമുക്ക് അതിലെ ഫിംഗർ പ്രിന്റ്സ് പരിശോധിക്കാമെന്ന് പറയും. അപ്പോ നീ എന്നെ വിശ്വസിക്കുന്നില്ലേ എന്ന് എമ്മ ചോദിക്കുമ്പോൾ എനിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വിലയിരുത്താൻ സാധിക്കുള്ളൂ എന്ന് പറയും. ഇത് കേട്ട സ്റ്റെല്ല ജാക്കിന്റെയും ഫാമിലിയുടെയും ഇടയിൽ ഒരു വിള്ളൽ സംഭവിക്കണ്ട എന്ന് കരുതിയിട്ട് അവൾ ജാക്കിനോട് നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നീ മറന്നുകള, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് എനിക്ക് പ്രശ്നമല്ല, നിനക്ക് എന്നെ വിശ്വാസമുണ്ടല്ലോ, അത് മതി, വാ നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ ജാക്ക് അവളെയും എടുത്ത് അവിടുന്ന് പോകും. ഇവിടെ എമ്മക്ക് അധികം വാശിയായി. സ്റ്റെല്ലയെ ജാക്കിന്റെ അടുത്തു പോലും ഇരിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് പക വീട്ടാൻ തുടങ്ങും. ഇവിടെ ജാക്ക് വീട്ടിൽ കുഞ്ഞിനെ കഥയും പറഞ്ഞു കൊടുത്ത് അവളെ ഉറക്കുകയാണ്. അന്നേരം ലില്ലി ചോദിക്കും, അച്ഛ എന്തിനാണ് എല്ലാവരും അമ്മയെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛന്റെ തെറ്റാണ് മോളെ, ഇനി നിങ്ങളെ വിട്ട് ഞാൻ എവിടേക്കും പോകില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയും. അന്നേരം സ്റ്റെല്ല ഇല്ല പറ്റില്ല, ഇവിടെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അവൾ ജാക്കിനോട് പറയും. പക്ഷെ ജാക്ക് അത് സമ്മതിക്കില്ല. അവസാനം സ്റ്റെല്ല എന്നാ ഞങ്ങളും കൂടെ നിങ്ങളുടെ കൂടെ ഓഫീസിലേക്ക് വന്നോട്ടെ, ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നുണ്ടെന്ന് പറയും. അവനും സന്തോഷത്തോടെ ഓക്കെ പറയും. കൂടാതെ സ്റ്റെല്ലയ്ക്ക് ഒരു പൊസിഷനും കൊടുക്കും. പക്ഷേ സ്റ്റെല്ല ഒരു കണ്ടീഷൻ വെക്കും, ഞങ്ങൾ ആരാണെന്നോ ഞങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്നോ വെളിപ്പെടുത്തരുതെന്ന് പറയും. സ്റ്റെല്ല ആദ്യമായി വെക്കുന്ന കണ്ടീഷൻ അല്ലേന്ന് കരുതിയിട്ട് ജാക്ക് ഓക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് ലില്ലി ഓഫീസിലെത്തിയ സീനാണ്. ഇവളെ കണ്ടതും മറ്റ് സ്റ്റാഫുകൾ ഹെഗൾ നീ പുതിയതാണോ, നീ എവിടെ നിന്ന, ആ കുഞ്ഞിനെന്താ അസുഖം എന്നൊക്കെ ചോദിച്ചു വരും. അന്നേരം അവൾ ഞാൻ ന്യൂ എംപ്ലോയി ആണെന്നും പറഞ്ഞിട്ട് MDക്ക് അവളുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് എന്റെ പേര് സ്റ്റെല്ല, അതിന്റെ കുഞ്ഞ് ലില്ലിയാണെന്നും പറയും. അയാൾ അവളുടെ CV നോക്കിയിട്ട് അവൾക്ക് തന്നെ എറിഞ്ഞു കൊടുക്കും. എന്ത് ക്വാളിഫിക്കേഷനാണ് അതിന് നിനക്കുള്ളത്, നിനക്ക് ഇവിടെ നിൽക്കാൻ പോലും അർഹതയില്ലെന്ന് പറയും. നിന്റെ ഈ ഹൈസ്കൂൾ ഡിപ്ലോമ വെച്ച് നിനക്ക് ഒരു ജോലി പോലും കിട്ടില്ല, നിനക്ക് വേണേൽ ഇത് വെച്ച് ഇവിടുത്തെ ടോയ്ലറ്റ് വൃത്തിയാക്കാമെന്ന് പറയും. എന്നിട്ട് ഗാർഡ്സിനോട് ഈ അമ്മയെയും കുഞ്ഞിനെയും പുറത്താക്കാൻ പറയും. ഇതൊക്കെ കണ്ട് മറ്റ് സ്റ്റാഫുകൾ അവളെ കളിയാക്കും. ഉടനെ അങ്ങോട്ട് ജാക്ക് വരും. എന്നിട്ട് ആ MDയോട് ദേഷ്യപ്പെടും, നിനക്കെങ്ങനെ ഇവളെ തൊടാൻ ധൈര്യം വന്ന്, ഇവളെ അപമാനിച്ച് എല്ലാവരുടെയും ശമ്പളം ഞാൻ കട്ടാക്കുമെന്ന് പറയും. കൂടാതെ ഈ MDക്ക് ട്രാൻസ്ഫറും കൊടുക്കും. ഇത് കേട്ട് സ്റ്റെല്ലയെ കളിയാക്കിയ മറ്റ് സ്റ്റാഫുകൾ വന്ന് അവളോട് ക്ഷമ ചോദിക്കും. അവളും ചിരിച്ചുകൊണ്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. അന്നേരം ആ സ്റ്റാഫ് നിങ്ങളും മിസ്റ്റർ ജാക്കും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കും. അന്നേരം ലില്ലി ഇറ്റ്സ് മൈ ഡാഡ് എന്ന് പറയും. വേഗം സ്റ്റെല്ല അവളുടെ വായ പൊത്തി പിടിക്കും. എന്നിട്ട് ഇവിടെ ജാക്കിന്റെ അച്ഛൻ മിസ്റ്റർ സ്മിത്ത് ഞങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് പറഞ്ഞ് രക്ഷപ്പെടും. അന്നേരം അങ്ങോട്ട് എമ്മ വരും. ഓ മൈ ഗോഡ്, നീ ഇവിടെ ജോയിൻ ചെയ്തോ, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് അവൾ ജാക്കിന്റെ അടുത്തേക്ക് പോകും. എമ്മ ശരിക്കും മിസ്റ്റർ സ്മിത്തിന്റെ മകളല്ല, അവരുടെ ദത്തുപുത്രിയാണ്. എമ്മക്ക് ജാക്കിനെ വളരെ ഇഷ്ടമാണ്. ഇവിടെ എമ്മ ജാക്കിന്റെ അടുത്തോട്ട് പോയിട്ട് ജാക്ക് നിനക്ക് വേണ്ടി ഞാൻ 2 കൺസേർട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഇന്ന് നിന്റെ ഫേവറേറ്റ് മ്യൂസീഷ്യന്റെ പെർഫോം നടക്കുന്നുണ്ടെന്ന് പറയും. കൂടാതെ ഏറ്റവും മുന്നിലെ 2 സീറ്റുകൾ ഞാൻ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും നമുക്ക് പോയാലോ എന്നും ചോദിക്കും. അന്നേരം അവൻ ഇതെപ്പോഴാ തുടങ്ങുന്നത്, ഞാൻ സ്റ്റെല്ലയുമായി പുറത്തു പോയിട്ട് ഒരുപാട് നാളായി, ചിലപ്പോൾ അവൾക്കും ഇത് ഇഷ്ടപ്പെട്ടേക്കാം, സിസ്റ്റർ ഈ ടിക്കറ്റിന് എത്രയാണെന്ന് അവൻ ചോദിക്കും. അപ്പോൾ അവൾക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ നീ ഒരു ടിക്കറ്റും കൂടെ എടുക്ക്, ലില്ലയെയും കൂട്ടാമെന്ന് പറയും. ഇത് കേട്ട് ദേഷ്യത്തോടെ അവൾ അവിടുന്ന് പോകും. ഇവിടെ ജാക്ക് സ്റ്റെല്ലയെയും ലില്ലയെയും ഓഫീസിലെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് വിളിക്കുകയും അവൾക്ക് പ്രഗ്നൻസി ടൈമിൽ ആവശ്യമായ ആരോഗ്യ ഗുണങ്ങളുള്ള സൂപ്പുകൾ ഉച്ചഭക്ഷണമായി കൊടുക്കുകയും കൂടെ ലില്ലിക്കും അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും കൊടുക്കും. അന്ന് ഓഫീസിലെ എല്ലാ സ്റ്റാഫിനും ഉച്ചയ്ക്ക് ഈ ഫുഡായിരിക്കും. ആ ഫുഡ് കണ്ട് എമ്മക്ക് വളരെ സന്തോഷമാകും, കാരണം അത് അവളുടെ ഫേവറേറ്റ് ഫുഡായിരിക്കും. അപ്പോ അവിടെ വെച്ച് ഒരു ലേഡി എമ്മ ശരിക്കും മിസ്റ്റർ ജാക്കിന്റെ ഫേവറേറ്റ് ആണ്, അവളുടെ ഇഷ്ടങ്ങളെല്ലാം അവൻക്കറിയാം, എമ്മ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കും ഇത്രയും സമ്പന്നമായ ഫുഡ് കഴിക്കാൻ ഭാഗ്യം ലഭിച്ചതെന്നൊക്കെ മറ്റു സ്റ്റാഫുകൾ റൂമറസ് പറയും. ഇവിടെ എമ്മയുടെ മനസ്സിൽ എല്ലാവർക്കും അറിയാം ഞാനാണ് മിസ്റ്റർ ജാക്കിന് മേച്ചായതെന്ന്, നീയും കുഞ്ഞും എത്രയും വേഗം ഇവിടുന്ന് സ്ഥലം വിടേണ്ടി വരുമെന്ന് അവൾ മനസ്സിൽ പറയും. പിന്നീട് കാണിക്കുന്നത് ഇവിടെ സ്റ്റെല്ലയും മറ്റു സ്റ്റാഫുകളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ലേഡി വന്നിട്ട് സ്റ്റെല്ലയോട് ഹേ നീ ഇത് എന്തോന്നാ ഈ കാണിക്കുന്നത്, ഇതിങ്ങനെയൊന്നുമല്ല, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ
ഇങ്ങനെയല്ലെന്ന് എന്നൊക്കെ പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടും. ഇത് എന്റെ ഫോൾട്ട് അല്ല, ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും വീണ്ടും അവളെ കുറ്റപ്പെടുത്തും. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് അസിസ്റ്റന്റും മിസ്റ്റർ ജാക്കും വരും. അസിസ്റ്റന്റ് ജാക്കിനോട് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നുണ്ട്, നീ അങ്ങോട്ട് വേഗം ചെല്ലെന്ന് പറയും. ഇവിടെ സ്റ്റെല്ലക്ക് മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം ചെയ്തത് എമ്മയാണെന്ന്. അന്ന് രാത്രി അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അവൾക്കും ജാക്കിനും ഇടയിൽ മൂന്നാമതായി ഞാൻ വരില്ലായിരുന്നു എന്ന് സ്റ്റെല്ല മനസ്സിൽ പറയും. ഉടനെ അങ്ങോട്ട് ജാക്ക് വരികയും സ്റ്റെല്ലയോട് അടുത്തിരിക്കാൻ പറയുകയും ചെയ്യും. എന്നിട്ട് വരൂ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാമെന്നും പറഞ്ഞ് എമ്മ ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കുറച്ചു കഴിഞ്ഞതും സ്റ്റെല്ല വായ പൊത്തി ഓക്കാനിക്കാൻ തുടങ്ങും. ഉടനെ ജാക്ക് അവളെയും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോകും. ഇത് കണ്ട് മറ്റു സ്റ്റാഫുകളൊക്കെ അന്തം വിടും. എന്താ ഇവിടെ സംഭവിക്കുന്നേ? മിസ്റ്റർ ജാക്ക് എന്തിനാ അവളെയും എടുത്തോണ്ട് പോകുന്നേ? എമ്മ നീയല്ല അവന്റെ ചൈൽഡ്ഹുഡ് ലവർ എന്ന് അവൾ ചോദിക്കുമ്പോൾ സ്റ്റെല്ല അവൾ ഒരു സുഖമില്ലാത്ത പെണ്ണാണ്, മാത്രവുമല്ല അവൾ ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാണെന്നും പറയും. ഇവിടെ ലില്ലി അമ്മയോട് അമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ല മോളെ ഇപ്പൊ ഓക്കെയാണെന്ന് പറയും. അന്നേരം ജാക്ക് ലില്ലിയുടെ കണ്ണു പൊത്തിട്ട് സ്റ്റെല്ലക്ക് നല്ലൊരു കിസ് കൊടുക്കും. അച്ഛൻ എന്തിനാ എന്റെ കണ്ണു പൊത്തിയെന്ന് ലില്ലി ചോദിക്കുമ്പോൾ നീ കുട്ടിയാണ്, അതൊന്നും നീ കാണാൻ പാടില്ലെന്ന് പറയും. പിന്നീട് ജാക്ക് സ്റ്റെല്ലക്ക് ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് നീ എന്റെ കൂടെ മ്യൂസിക് പെർഫോമൻസ് കാണാൻ വരുന്നു എന്ന് ചോദിക്കും. അന്നേരം അവൾ ഓക്കെ ഞാൻ ഇതുവരെ മ്യൂസിക് പെർഫോമൻസ് കണ്ടിട്ടില്ലെന്ന് പറയും. അങ്ങനെ സ്റ്റെല്ല ആ ടിക്കറ്റും പിടിച്ച് വളരെ സന്തോഷത്തോടെ നടക്കുകയാണ്. അന്നേരം ഇത് എമ്മ കാണുകയും ഞാൻ എനിക്കും ജാക്കിനും വേണ്ടി എടുത്ത ടിക്കറ്റ് ജാക്ക് ഇവൾക്കാണ് കൊടുത്തേ, ഇവൾക്ക് അതിന് യാതൊരു അർഹതയുമില്ലെന്ന് പറഞ്ഞിട്ട് നേരെ സ്റ്റെല്ലയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവൾ ഇത് ഞാൻ എനിക്ക് കാണാൻ വേണ്ടി എടുത്ത ടിക്കറ്റ് ആയിരുന്നു, നിനക്ക് കൺസേർട്ടിനെ പറ്റി എന്തെങ്കിലും അറിയുമോ? ആക്ച്വലി നീ ഏതെങ്കിലും ഒരു കച്ചേരി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഇത് ഇവളെടുത്ത ടിക്കറ്റാണെന്ന് പറഞ്ഞ സ്റ്റെല്ല അവൾക്ക് തന്നെ കൊടുത്തിട്ട് സോറി എനിക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ തന്നെ പോയിക്കോളൂ, എനിക്ക് അർജന്റ് വർക്കുണ്ടെന്ന് പറയും. അങ്ങനെ ആ ടിക്കറ്റ് എമ്മ വാങ്ങുകയും നീ വരാത്ത കാര്യം ജാക്കിനോട് പറയരുതെന്നും പറയും. അങ്ങനെ പിറ്റേ ദിവസം അവർ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറാൻ നിൽക്കവേ സ്റ്റെല്ല പറയും ഇന്നെനിക്കെന്തോ ഒരു സുഖമില്ല, ഞാൻ പ്രഗ്നന്റ് അല്ലേ, എനിക്കൊന്ന് മഴങ്ങണം, നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറയും. എന്നിട്ട് അവൾ അവളുടെ ബാഗിൽ നിന്നും അവനക്കുള്ള ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് രാത്രിയിലെ പ്രോഗ്രാം നീ പോയി കണ്ടിട്ട് വാ, ഞാൻ അപ്പോഴേക്കും എത്താമെന്ന് പറയും. അങ്ങനെ ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി ജാക്ക് ബൊക്കയുമായി സ്റ്റെല്ലയുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷെ അത് സ്റ്റെല്ല ആയിരിക്കില്ല, എമ്മയായിരുന്നു. അവളെ കണ്ടതും അവന്റെ സർവ്വമൂടും പോയി. അവൾ ജാക്കിനെ പിടിച്ചിട്ട് കച്ചേരി തുടങ്ങാനായി വാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറയും. അന്നേരം അവൻ ഇന്ന് സ്റ്റെല്ലയെ കാത്തിരിക്കാണെന്ന് പറയുമ്പോൾ അപ്പോ അവൾ നിന്നോടൊന്നും പറഞ്ഞില്ലേ, അവൾക്ക് വരാൻ വയ്യാത്തത് കൊണ്ടാണ് അവൾ ആ ടിക്കറ്റ് എനിക്ക് തന്നതെന്നും വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാമെന്നും എമ്മ പറയും. അവളില്ലാതെ ഞാൻ അത് കാണില്ല എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് തിരിച്ചു പോകും. വീട്ടിലെത്തിയ ജാക്ക് വളരെ ദേഷ്യത്തോടെ നീ എന്തിനാ ടിക്കറ്റ് അവൾക്ക് കൊടുത്തെന്ന് സത്യം പറ, നീ എന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്ന് ചോദിക്കും. അന്നേരം അവളെ മിസ്റ്റർ ജാക്ക് നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, അത് ജീവിതത്തിലായാലും ഒപ്പീനിയൻസിലായാലും സോഷ്യൽ സ്റ്റാറ്റസിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങൾ എന്നേക്കാൾ ഏറ്റവും മികച്ചതാണ്, നിങ്ങൾക്ക് എന്നേക്കാൾ മികച്ചത് എമ്മയാണെന്ന് പറഞ്ഞതും അവ എനിക്ക് നീയില്ലാതെ വേറെ ആരും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കും. ഇവിടെ എമ്മ ആകെ സേഡായി ഡ്രിങ്കൊക്കെ അടിച്ച് ലെക്ക് കെട്ടിയിരിക്കുകയാണ്. അന്നേരം അവൾക്ക് ഒരു കോള് വരും. സ്റ്റെല്ലയുടെ പേരൻസ് അവളെ കാണാതായി എന്നും പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അമ്മ അവരുടെ അഡ്രസ് ചോദിക്കുകയും ഉടനെ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. എന്നിട്ട് അകത്തോട്ട് കടന്നിട്ട് നിങ്ങളാണ് സ്റ്റെല്ലയെ അന്വേഷിച്ച് നടക്കുന്നവർ, അവൾ അവിടെ മിസ്റ്റർ ജാക്കിന്റെ കൂടെ രാജ്ഞിയെ പോലെ ആഡംബര ജീവിതം നയിക്കുകയാണ്, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അവൾക്ക് അറിയേണ്ടെന്ന് പറയും. എന്നിട്ട് സ്റ്റെല്ലയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എമ്മ അവർക്ക് പറഞ്ഞു കൊടുക്കും. സ്റ്റെല്ല പ്രൈം ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്നും 5:30 ആയാൽ ജോലിയിൽ നിന്നും ഇറങ്ങുമെന്നും അന്നേരം പോയാൽ നിങ്ങൾക്ക് അവളെ കാണാമെന്നും പറയും. കൂടാതെ നിങ്ങൾ അവളെ കിഡ്നാപ്പ് ചെയ്താൽ അതിനുള്ള തക്കതായ എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരാമെന്നും പറയും. ഇത് കേട്ട് അവർ 3 പേരും വളരെ ഹാപ്പിയാകും. കാരണം കാശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് അവർ. അങ്ങനെ സ്റ്റെല്ല അവളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്നും പുറത്തിറങ്ങും. അന്നേരം അവളുടെ അടുത്തേക്ക് അവർ 3 വന്നിട്ട് എടി സ്റ്റെല്ലെ നീ ഇത് എവിടെയായിരുന്നെടി, ഇനി നിന്നെ അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല, നീ ഇവിടെ ഞങ്ങളെയും പറ്റിച്ചിട്ട് നല്ല ആഡംബര ജീവിതം നയിക്കുകയാണല്ലേ, നീ മര്യാദക്ക് $5 million താ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തും. അന്നേരം അവൾ എന്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞതും അച്ഛൻ വീണ്ടും അവളുടെ മുഖത്തടിച്ചിട്ട് നീ ഇപ്പോൾ മിസ്റ്റർ ജാക്കിന്റെ ഭാര്യയല്ലേ, അപ്പോ ചാക്ക് നിറയെ പണമുണ്ടാകുമല്ലോ, അതിൽ നിന്നും ഒരു ചാക്ക് തന്നാ മതിയെന്ന് പറയും. അതൊന്നും എന്റേതല്ല, അതെല്ലാം ജാക്കിന്റേതാണെന്നും സ്റ്റെല്ല പറയും. അവൾ എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവർ അവളെ വീണ്ടും ഉപദ്രവിക്കാൻ തുടങ്ങും. ഉടനെ അസിസ്റ്റന്റ് ജാക്കിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് മിസ്റ്റർ ജാക്ക് നിന്റെ ഭാര്യയെ അതാ അവിടെ തല്ലുന്നെന്ന് പറഞ്ഞ് 2 അവിടേക്ക് ഓടും. ഇവിടെ ഈ ദുഷ്ടനായ ബ്രദർ അച്ഛന്റെയും അമ്മയുടെയും ഈ അവസ്ഥക്ക് കാരണം നീയാണെന്നും പറഞ്ഞ് അവളെ നന്നായി ഉപദ്രവിക്കും. അവളുടെ വയറിനൊക്കെ ചവിട്ടാൻ തുടങ്ങും. ഉടനെ അങ്ങോട്ട് ജാക്ക് ഓടി വന്ന് ആ ബ്രദറിനെ ചവിട്ടി തെറിപ്പിക്കും. ഇവിടെ സ്റ്റെല്ല ജാക്ക് എനിക്ക് വയറ് വേദനിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞിനെ രക്ഷിക്കെന്ന് പറയും. ഉടനെ ജാക്ക് അവളെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകും. ഇവിടെ ജാക്കിന്റെ ആളുകൾ അവർ 3 നല്ല പഞ്ഞി
പറഞ്ഞിക്കിടും. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമില്ല, അവർ സേഫ് ആണെന്ന് പറയും. പിന്നീട് പക്ഷെ ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡേഞ്ചർ ആണ്. മിസ്സിസ് ജാക്കിന്റെ കണ്ടീഷൻ വളരെ മോശമാണെന്നും ഇപ്പോൾ അവൾ ഒരു ഇഞ്ചക്ഷനിലാണ് നിൽക്കുന്നത്, ഉടനെ തന്നെ നമുക്ക് കുഞ്ഞിനെ പുറത്തെടുക്കണമെന്നും പറയും. അങ്ങനെ ഇവിടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റെല്ല ഡോക്ടറോട് എന്റെ കുഞ്ഞെവിടെയെന്ന് ചോദിക്കും. ഡോക്ടർ വളരെ വിഷമത്തോടെ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയും. പക്ഷേ ഇതെല്ലാം സ്റ്റെല്ല കണ്ട ഒരു ദുസ്വപ്നമായിരുന്നു. അവളുടെ കൈ പിടിച്ചിട്ട് ജാക്ക് നീ പേടിക്കണ്ട, കുഞ്ഞിവിടെ സേഫ് ആണെന്ന് പറയും. ഇവിടെ എമ്മ വളരെ ദേഷ്യത്തോടെ നീ ഇത്തവണ രക്ഷപ്പെട്ടു, ഇനിയൊരു ചാൻസ് നിനക്കുണ്ടാവില്ലെന്നും പറഞ്ഞ് മുടിയൊക്കെ അയച്ചിട്ട് കരഞ്ഞുകൊണ്ട് ജാക്കിന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് കരഞ്ഞുകൊണ്ട് അമ്മേ, ഞാൻ വീട്ടിൽ ഒറ്റക്കായ സമയത്ത് ഒരാൾ അകത്ത് കടന്നു വരികയും എന്നെ കത്തി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി, എങ്ങനെയൊക്കെയാണ് ഒരു വിധത്തിൽ ഞാൻ ഓടി രക്ഷപ്പെട്ടത്. ഞാൻ ഇവിടെ എത്തിയത് കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു എന്ന് പറയും. അന്നേരം അങ്ങോട്ട് ജാക്കും സ്റ്റെല്ലയും കടന്നു വരും. ഉടനെ അമ്മ അവരോട് എമ്മയുടെ വീട്ടിൽ കയറിയ കള്ളനെ കണ്ടുപിടിക്കാൻ പറയും. എമ്മ ആകെ കരഞ്ഞുണ്ട് അമ്മേ, എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ്, ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ജാക്ക് അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും അമ്മ കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ നിന്നോന്ന് പറയും. ഇവിടെ അമ്മ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ജാക്കിന് മുന്നിലൂടെ വയ്യാത്ത പോലെ നടക്കും. എന്നിട്ട് ആക്ട് ചെയ്ത് താഴെ വീണിട്ട് ജാക്ക് എനിക്ക് സുഖമില്ലെന്ന് തോന്നുന്നു, എന്നെ ഒന്ന് എടുക്കാമോ എന്ന് ചോദിക്കും. നിനക്ക് വയ്യെങ്കിൽ നീ പോയി ഡോക്ടറെ കാണിക്കുന്ന ജാക്ക് പറയും. ഇവിടെ സ്റ്റെല്ല ഉറക്കത്തിൽ ജാക്കിനെ തപ്പുമ്പോൾ അവിടെ അവനെ കാണാതാകും. അവനെ അന്വേഷിച്ച് അവൾ പോയി നോക്കുമ്പോൾ താഴെ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൾ കാണും. സ്റ്റെല്ല ഇത് കാണുന്നുണ്ടെന്നറിഞ്ഞ എമ്മ ഓടിപ്പോയിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് നിനക്കറിയില്ലേ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. ഇത് കേട്ടതും ജാക്ക് അവളെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് നാളെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയും. എന്നിട്ട് അവൾ റൂമിലോട്ട് പോയിട്ട് സ്റ്റെല്ലയെ കെട്ടിപ്പിടിച്ച് കിടക്കും. അന്നേരം സ്റ്റെല്ല വളരെ സങ്കടപ്പെട്ട് കരയുമായിരിക്കും. പിറ്റേന്ന് രാവിലെ സ്റ്റെല്ല എണീറ്റ് താഴെ വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നുണ്ടാകില്ല. ജാക്ക് അവൾക്ക് ബിസിനസ് ട്രിപ്പ് പോയതാണെന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അമ്മ സ്പാ സെന്ററിലേക്കും പോയതായിരിക്കും. ഈ അവസരം മുതലെടുത്ത് എമ്മ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഇത് തടയാൻ ലിലിമോൾ വന്നെങ്കിലും ലിലിയെയും എമ്മ ഉപദ്രവിക്കാൻ തുടങ്ങും. എന്നെ അടിച്ചാലും കുഴപ്പമില്ല, എന്റെ കുഞ്ഞിനെ തൊടരുതെന്നും പറഞ്ഞിട്ട് സ്റ്റെല്ല എമ്മയെ താഴേക്ക് തള്ളിയിടും. ഈ ഒരു സീൻ കണ്ടുകൊണ്ട് മുത്തശ്ശി അകത്തോട്ട് കടന്നു വരും. ഈ അവസരം മുതലെടുത്ത് എമ്മ സ്റ്റെല്ലയോട് നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിലും നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നേ, ഞാനൊരു പാവമല്ലേ എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചു കരയും. അമ്മ ആകെ ഷോക്കായിട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മേ, സ്റ്റെല്ലയ്ക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നെന്ന് എമ്മ പറയുമ്പോൾ അമ്മ സ്റ്റെല്ല അങ്ങനെയൊന്നും ചെയ്യില്ല, നിനക്ക് തെറ്റിപ്പറ്റിയതാണ്. കൂടെ ലില്ലിയും ഗ്രാൻഡ്മ ഈ ആന്റി കള്ളം പറയാണ്, ഈ ആന്റിയാണ് അമ്മയെ ഉപദ്രവിച്ചത്, അതിനുള്ള തെളിവ് എന്റെ അടുത്തുണ്ട്, എന്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ വാച്ചിലെ വോയിസ് റെക്കോർഡ് ഓപ്പൺ ചെയ്യും. നേരത്തെ അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ കേൾക്കും. ഉടനെ മുത്തശ്ശി അവളുടെ മുഖത്തടിച്ചിട്ട് നീ ഒരു ദുഷ്ടയാണ്, നിനക്ക് രണ്ടു മുഖമുണ്ട്, ഇനി നീ ഞങ്ങളുടെ ഫാമിലിയുമായി യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞ് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഇവിടെ അമ്മ ഇനി ഞാൻ മരിച്ചാലും ഒരു പ്രേതമായി വന്ന് നിന്നോട് പ്രതികാരം ചെയ്യും, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും പറയും. ഇവിടെ മുത്തശ്ശി സ്റ്റെല്ലയെ എനിക്ക് വെഡിംഗ് ഡ്രസ്സിൽ കാണാൻ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞിട്ട് ലില്ലിയെയും സ്റ്റെല്ലയെയും കൂട്ടി ഒരു ഡിസൈൻ ഷോപ്പിലേക്ക് പോകും. അന്നേരം അങ്ങോട്ട് ഒരു ബ്ലാക്ക് ഡ്രസ്സ് ധരിച്ച് മാസ്കും ഇട്ട് എമ്മ വന്നിട്ട് മേക്കപ്പ് ഗേൾ ആണെന്നും പറഞ്ഞ് സ്റ്റെല്ലയെ മേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങും. അന്നേരം അമ്മയ്ക്ക് ഒരു കോള് വരികയും അമ്മ അതെടുത്ത് പുറത്തോട്ട് പോകും. ആ തക്കത്തിൽ എമ്മ സ്റ്റെല്ലയെയും ലില്ലിയെയും ആക്കി അവിടുന്ന് കിഡ്നാപ്പ് ചെയ്യും. ഇവിടെ എമ്മ രണ്ടാളെയും ചെയറിൽ കെട്ടിയിട്ടിരിക്കുവാണ്. നിനക്കെന്താ വേണ്ടേ, നീ എന്തിനാ ഞങ്ങളെ ഉപദ്രവിക്കുന്നതെന്ന് സ്റ്റെല്ല ചോദിക്കുമ്പോൾ എമ്മ അവളുടെ മുഖത്തടിച്ചിട്ട് നീ എന്റെ ചെക്കനെ മോഷ്ടിച്ചു, അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയും. ഇവിടെ ജാക്കും അമ്മയും ആകെ വിഷമിച്ചിരിക്കാണ്. എത്രയായിട്ടും ഭാര്യയെയും മകളെയും അവർക്ക് കണ്ടെത്താനായിട്ടില്ല. അമ്മ ഞാനൊരു ഫോൺ കോൾ വന്നപ്പോ പോയതായിരുന്നു, തിരിച്ചു വന്നപ്പോഴേക്കും അവരെ കാണാതായെന്ന് പറയും. ഉടനെ എമ്മ ജാക്കിനെ വിളിച്ചിട്ട് അവരെ പേടിപ്പെടുത്തും. കൂടാതെ ഈ നാശം പിടിച്ചവള് വന്നതിന് ശേഷമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്, ഇവളും കുഞ്ഞും ഇല്ലാതായാൽ എല്ലാ പ്രശ്നവും തീരുമെന്നും പറഞ്ഞ് അവളുടെ കഴുത്തിൽ കത്തിവെച്ച് അവരെ പേടിപ്പിക്കും. എന്നിട്ട് അവൾ ജാക്കിനോട് ഒറ്റക്ക് അങ്ങോട്ട് വരാൻ പറയും. ആളുകളെ കൂട്ടിയാൽ അവളെ കൊല്ലുമെന്നും പറയും. ഉടനെ അവൻ അങ്ങോട്ട് വണ്ടിയെടുത്തു പോകും. അവനെ കണ്ട ഉടനെ എമ്മ നിനക്കതിൽ ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റൂ, അതിന് തീരുമാനിക്കെന്ന് പറയും. അന്നേരം അവൻ നിനക്കെന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ മതിയെന്ന് അവൾ പറയും. ഉടനെ ജാക്ക് എമ്മയുടെ മൈൻഡ് മാറ്റാൻ വേണ്ടി അവളുടെ കവിളിൽ പിടിച്ചിട്ട് ഞാൻ സ്റ്റെല്ലയെ സ്നേഹിക്കുന്നില്ല, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, ലില്ലിയെ രക്ഷിക്കാനാണ് ഇതെല്ലാം, എനിക്കിഷ്ടം നിന്നെയാണെന്നും പറഞ്ഞ് എമ്മയുടെ കവിളിൽ പിടിച്ച് അവളെ ഉന്തിയിടുകയും ആ തക്കത്തിൽ അവൻ സ്റ്റെല്ലയെയും ലില്ലിയെയും രക്ഷിക്കും. ഉടനെ എമ്മ ഓടി വന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന പൊട്ടിയ ബോട്ടിലെടുത്തിട്ട് സ്റ്റെല്ലയെ കുത്താൻ നിൽക്കവേ ജാക്ക് വന്ന് തടഞ്ഞതും ആ കുത്ത് നേരെ ജാക്കിനെ ഏൽക്കുകയും ചെയ്യും. പിന്നീട് ഹോസ്പിറ്റലിലെ സീനാണ് കാണിക്കുന്നത്. ജാക്ക് വലിയ അപകടമൊന്നുമില്ലാതെ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അസിസ്റ്റന്റ് വന്നിട്ട് എമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയും. കൂടെ ലില്ലിയും അച്ഛാ വേഗം അസുഖം മാറിയിട്ട് വാ, നിങ്ങളുടെ വിവാഹത്തിന് പൂത്തരാനുള്ള പൂക്കാരി ഞാനാണ്, ഞാനതിന് കാത്തിരിക്കുകയാണെന്ന് പറയും. ലില്ലിയുടെ സംസാരം കേട്ട് എല്ലാവരും ഒന്ന് പുഞ്ചിരിക്കും. ആ പുഞ്ചിരിയോടെ കഥ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കല്ലേ.